സുവിശേഷ മൂല്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ തികവിൽ സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും ഈശോയുടെ വചനങ്ങൾ ഈശോ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്ത് കുറവില്ലാത്ത പരിപൂർണത അവകാശപ്പെടാൻ സാധിക്കുന്ന ഫസ്റ്റ് ഡിസൈപ്പിൾ എന്നും ബെസ്റ്റ് ഡിസൈപ്പിൾ എന്നും അറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയം നിർബന്ധമായും നമ്മൾ വായിച്ചു പഠിച്ച് മനഃപാഠമാക്കേണ്ട പാഠപുസ്തകമാണ്. തീർച്ചയായും കത്തോലിക്ക തിരുസഭയിൽ ശിഷ്യത്വത്തിൽ വളരാൻ പരിശ്രമിച്ച പുണ്യാത്മാക്കൾ, അതിൽ പരിപൂർണത പ്രാപിച്ചവർ ഈ പാഠപുസ്തകം ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ, ആദ്യ വരി മുതൽ അവസാന വരി വരെ, ആദ്യ വാക്ക് മുതൽ അവസാന വാക്കുവരെ വായിച്ച് പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ജീവിതത്തിൽ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അഥവാ വിശുദ്ധിയുടെ മലമുകളിലേക്ക് പ്രവേശിച്ചവരാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ, പുണ്യാത്മാക്കളുടെ, വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എത്രത്തോളം വലുതാണ് എന്ന് തിരിച്ചറിയുന്നത് തീർച്ചയായും ശിഷ്യത്വത്തിൽ വളരാൻ നമ്മെയും ഒത്തിരി സഹായിക്കും. അതുകൊണ്ട് ആരംഭത്തിൽ നമ്മൾ ഇന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വിശുദ്ധരുടെ ജീവിതത്തിൽ അമ്മ ചെലുത്തിയ സ്വാധീനം അഥവാ വിശുദ്ധിയിൽ വളരാൻ, ശിഷ്യത്വത്തിൽ വളരാൻ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ കന്യകാമറിയം ചെലുത്തിയ സ്വാധീനം. കത്തോലിക്ക സഭയിൽ ഏത് വിശുദ്ധനുണ്ട്, ഏത് വിശുദ്ധയുണ്ട് പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി അംഗീകരിക്കാത്തതായിട്ടുള്ളത്? കത്തോലിക്ക സഭയിൽ ഏത് വിശുദ്ധനുണ്ട്, വിശുദ്ധയുണ്ട് കന്യകാമറിയത്തിൻ്റെ കരം പിടിക്കാതെ വിശുദ്ധിയുടെ മലമുകളിലേക്ക് പ്രവേശിച്ചതായി? പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധരുടെ ജീവിതങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഭാരതസഭയിലെ വിശുദ്ധരിൽ നിന്ന് ആരംഭിക്കുകയാണ് എങ്കിൽ ആദ്യമായി വിശുദ്ധ ചാവറ പിതാവ്, നമ്മുടെ സഭാപിതാവ്. അദ്ദേഹത്തിന് 6 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ഒരു സെപ്റ്റംബർ 8-ാം തീയതി അദ്ദേഹത്തിൻ്റെ അമ്മ വെച്ചൂർ പള്ളിയിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് അടിമ വയ്ക്കാൻ പോകുന്നു. അന്നേരം ആ ദേവാലയത്തിലെ വികാരിയച്ഛൻ ഈ അമ്മയോട് പറയുന്നുണ്ട്, മോളെ, ഈ നിമിഷം മുതൽ നീ അല്ല ഇവൻ്റെ അമ്മ, പരിശുദ്ധ കന്യകാമറിയമാണ് ഇവൻ്റെ അമ്മ എന്നും എപ്പോഴും ഇത് ഓർമ്മിപ്പിച്ച് ഓർമ്മപ്പെടുത്തി നീ ഇവനെ വളർത്തിക്കൊണ്ടുവരണം. ഈ അമ്മ ഈ നിർദ്ദേശത്തെ ദൈവകൽപ്പന എന്ന പോലെ സ്വീകരിച്ചു. നിരന്തരം ഓർമ്മിപ്പിച്ചു, ഓർമ്മപ്പെടുത്തി, മോനെ, നിന്റെ അമ്മ കന്യകാമറിയമാണ്, നീ മറിയത്തിൻ്റെ മകനാണ്, നീ മറിയത്തിൻ്റെ ദാസനാണ്. സെപ്റ്റംബർ 8 എന്നൊരു ദിവസം വർഷത്തിലുണ്ട് എങ്കിൽ തൻ്റെ മരണം വരെയും ഈ അമ്മ പോകുമായിരുന്നു വെച്ചൂർ പള്ളിയിൽ അടിമനേർച്ച പുതുക്കാനും അടിമപ്പണം നൽകാനും വീണ്ടും വീണ്ടും തൻ്റെ മകനെ കന്യകാമറിയത്തിന് സമർപ്പിക്കാനും. തൻ്റെ അമ്മയിലൂടെ തനിക്ക് പകർന്നു കിട്ടിയ മരിയ ഭക്തിയെക്കുറിച്ച് വിശുദ്ധ ചാവറ പിതാവ് പിന്നീട് വാചാലനാകുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ താളുകളിൽ വായിച്ചറിയാൻ സാധിക്കുന്ന വലിയൊരു സത്യമാണ്. പിന്നീട് നടന്നതൊക്കെ ചരിത്രം. ആ കുഞ്ഞ് വളർന്നു വലുതായി, പുരോഹിതനായി, സന്യാസിയായി, ഭാരതത്തിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസ സഭകൾക്ക് അദ്ദേഹം രൂപം കൊടുത്തു. കാർമൽ മലയുടെ ചൈതന്യം മാന്നാനംകുന്നിൽ വേരുപാകി കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഭാരതസഭ മുഴുവനും പടർത്താൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിച്ച വന്യദേഹമായി ഈ പുണ്യാത്മാവ് മാറി. 66 വർഷം മാത്രം നീണ്ടുനിന്ന കൊച്ചു ജീവിതത്തിൽ 660 വർഷം ജീവിച്ചാലും ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്രയും അധികം കാര്യങ്ങൾ മനുഷ്യൻ്റെ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഒരുപോലെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തു കൂട്ടുകയും അതിലൊക്കെ ഉപരി 2000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരത കത്തോലിക്ക സഭ എന്ന നൗക വലിയൊരു ശീശ്മയുടെ കൊടുങ്കാറ്റിൽ തകർന്ന് തരിപ്പണമാകാതിരിക്കാൻ ദൈവം കപ്പിത്താനായി ഒരു കാലഘട്ടത്തിൽ നിയോഗിച്ച് ഇന്ന് വിശുദ്ധ പദവിയിൽ ഭാരതത്തിൻ്റെ അഭിമാനമായി, ഭാരതസഭയുടെ അഭിമാനമായി നിലകൊള്ളുന്ന വിശുദ്ധ ചാവറ പിതാവ്. ഉറപ്പായും നമുക്ക് വിശ്വസിക്കാം, കരം പിടിക്കാൻ ഒരു അമ്മയുണ്ടായിരുന്നു, പരിശുദ്ധ കന്യകാമറിയം. രണ്ടാമതായി ചാവറ പിതാവ് തന്നെ സ്ഥാപിച്ച സഭയിൽ ചാവറ പിതാവിനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന വിശുദ്ധ എവുപ്രാസ്യാമ്മ.
ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി പൈശാചിക ഉപദ്രവങ്ങളും ശല്യങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നൊരു വിശുദ്ധയാണ് എവുപ്രാസിയാമ. പിശാച് നേരിട്ട് ഭീകരരൂപത്തിൽ എവുപ്രാസിയാമയെ ശല്യം ചെയ്യാൻ വന്നിരുന്നതായി ചരിത്ര പുസ്തക താളുകളിൽ നമ്മൾ വായിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ബുദ്ധി കൊണ്ട് ഒരുപാട് ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടില്ല. എന്നിരുന്നാലും ഒരു വിശുദ്ധയുടെ ജീവചരിത്രമായതുകൊണ്ട് അത് നമുക്ക് സ്വീകരിക്കാം, ഉൾക്കൊള്ളാം. ഒരിക്കൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഒരിക്കൽ സാത്താൻ തൻ്റെ ശരിക്കുള്ള ഭീകരമായ രൂപത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ട് എവുപ്രാസ്യാമയുടെ മുൻപിൽ നിൽക്കുന്നു. ഭയന്ന് വിറച്ച് വിറയലോടെ നിൽക്കുന്ന എവുപ്രാസ്യാമയുടെ അടുത്ത് അനുനയ സ്വരത്തിൽ സാത്താൻ പറയുകയാണ്: ഇനി ഒരിക്കലും നിന്റെ ജീവിതകാലത്ത് നിന്നെ ശല്യം ചെയ്യാൻ ഞാൻ വരികയില്ല. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്, നീ ഈശോയെയും മറിയത്തെയും ഉപേക്ഷിക്കണം. നീ ഈശോയെയും മറിയത്തെയും ഉപേക്ഷിക്കണം. ക്രൂശിത രൂപവും മറിയത്തിൻ്റെ തിരുസ്വരൂപവും മുറുകെ പിടിച്ച് ആ പ്രലോഭനത്തെ അതിജീവിക്കുന്ന എവുപ്രാസ്യാമയെ നമ്മൾ കാണുന്നു. മൂന്നാമതായി, സഹനപുത്രിയായി അറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൻസാമ. അൽഫോൻസാമയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെലുത്തിയിട്ടുള്ള സ്വാധീനം അറിയാൻ അൽഫോൻസാമ പറയുന്നൊരു കുഞ്ഞു വാചകം ധ്യാനിച്ചാൽ മതി. അൽഫോൻസാമ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സഹനത്തിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ വേദനയിലും എൻ്റെ നൊമ്പരങ്ങളിലും എൻ്റെ കണ്ണുനീരിലും എൻ്റെ ആകുലതകളിലും എനിക്കെന്നും എപ്പോഴും ആശ്വാസമായി, സമാധാനമായി, സഹായമായി ഉണ്ടായിരുന്നത് കുരിശിൻ ചുവട്ടിലെ ആ സ്ത്രീയാണ്, പരിശുദ്ധ കന്യകാമറിയമാണ്. എൻ്റെ സങ്കടത്തിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ വേദനയിലും എൻ്റെ ആകുലതകളിലും എനിക്കെപ്പോഴും ആശ്വാസമായി, സഹായമായി ഉണ്ടായിരുന്നത് കുരിശിൻ ചുവട്ടിലെ ആ സ്ത്രീയാണ്, പരിശുദ്ധ കന്യകാമറിയമാണ്. പ്രിയപ്പെട്ടവരെ, അതിലൊട്ടും അതിശോക്തിയില്ല. സഹനപുത്രിയായ അൽഫോൻസാമയെ സഹന നിമിഷങ്ങളിൽ സഹായിക്കാൻ വ്യാകുലങ്ങളുടെ 7,000 വാളുകളാൽ കീറിമുറിയപ്പെട്ട ഹൃദയവുമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് സഹന നിമിഷങ്ങളിൽ സഹായിക്കാനായിട്ട് സാധിക്കുക? നാലാമതായി, വിശുദ്ധ മറിയം ത്രേസ്യാമ്മ. 16-ാമത്തെ വയസ്സിൽ തൻ്റെ അമ്മ മരിക്കുമ്പോൾ കന്യകാമറിയത്തിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന മറിയം ത്രേസ്യ എന്ന പെൺകുട്ടി മുട്ടുകുത്തി കൈകൾ കൂപ്പി വിറയലോടെ കണ്ണുനീരോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: അമ്മേ, എനിക്കിനി ഭൂമിയിൽ വേറെ അമ്മയില്ല. ഇനി ഒരേ ഒരു അമ്മയേ ഉള്ളൂ, അത് നീയാണ്. എന്നും നിന്റെ മകളായി ജീവിക്കാൻ, അതിന് നിരക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നീ എന്നെ സഹായിക്കണം. ഇതേ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച മറ്റൊരു വലിയ വിശുദ്ധാത്മാവുണ്ട്. കർമ്മല സഭയിൽ നമ്മളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇതേ പ്രാർത്ഥന തൻ്റെ അമ്മ മരിച്ചപ്പോൾ ചൊല്ലിയിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾക്കും എന്തിനേറെ അവരുടെ ചിന്തകൾക്ക് പോലും ഒരു സാമ്യമുണ്ട്. ഇന്നിതാ ഭാരതസഭയ്ക്ക് അഭിമാനമായി വിശുദ്ധ മറിയം ത്രേസ്യായും വിശുദ്ധ പദവിയിൽ എത്തി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമീപഭാവിയിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ കൂടെയുണ്ട്, ദൈവദാസനായ കനീസിയൂസ് അച്ഛൻ. അദ്ദേഹത്തിൻ്റെ മരിയഭക്തി വളരെ പ്രസിദ്ധമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ അറിയാം. പരിശുദ്ധമ്മയോടുള്ള ഭക്തി അദ്ദേഹം ഒരു ത്രിമുഖ ജപമാല എന്ന ജപമാലയ്ക്ക് തന്നെ രൂപം കൊടുക്കുന്നതിന് കാരണമായി തീർന്നു. നമ്മൾ ഭാരതസഭയിലെ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഈ വിശുദ്ധരൊക്കെ തന്നെ വിശുദ്ധിയുടെ മലമുകളിലേക്ക്, ശിഷ്യത്വത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ കാരണം കൈപിടിക്കാൻ ഒരു അമ്മയുണ്ടായിരുന്നു, പരിശുദ്ധ കന്യകാമറിയം. ഇനി നമുക്ക് കുറച്ച് വിശുദ്ധരായ മാർപ്പാപ്പന്മാരുടെ ജീവിതത്തിലൂടെ വെറുതെ ഒന്ന് പെട്ടെന്ന് കടന്നു പോകാം. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു മാർപ്പാപ്പയാണല്ലോ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ 9-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു പോകുന്നു. ലോലക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓമന പേര്, ജോൺ പോൾ II മാർപ്പാപ്പയുടെ ഓമന പേര്. ഈ കുഞ്ഞു ലോലക്ക് അമ്മയില്ലാത്ത ദുഃഖത്തിൽ ആ സങ്കടം അതിജീവിക്കാൻ വേണ്ടി അപ്പൻ ചെയ്ത മാർഗം മരിയ ഭക്തിയിൽ ആഴപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരലാണ്. അപ്പനും മകനും ഒരുമിച്ചിരുന്ന് സായാഹ്നത്തിൽ ഒരു ജപമാലയിൽ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ചൊല്ലിയിരുന്നതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ പിന്നീട് വൈദികനാകുന്നതും മെത്രാനാകുന്നതും മാർപ്പാപ്പയാകുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. അദ്ദേഹം തൻ്റെ ചങ്കിലെ ശ്വാസം പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഇതാണ്: ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. 1981 മെയ് മാസം 13-ാം തീയതി വൈകിട്ട് 5:15 മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു അക്രമിയുടെ വെടിയേറ്റ് താഴേക്ക് വീഴുന്ന പരിശുദ്ധ പിതാവ്, ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ എടുത്ത ഫോട്ടോയിൽ അത്ഭുതകരമായൊരു ചിത്രം പതിയുന്നു. പരിശുദ്ധ അമ്മ പരിശുദ്ധ പിതാവിനെ കൈകളിൽ താങ്ങുന്ന ചിത്രം.
പിന്നീട് രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പോകുന്നത് ഫാത്തിമയിലേക്കാണ്. അവിടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുസ്വരൂപത്തിൽ ശിരസിലെ കിരീടത്തിൽ തൻ്റെ ശരീരത്തിൽ പതിഞ്ഞ വെടിയുണ്ട സമർപ്പിച്ച് ഒരിക്കൽ കൂടെ ഉരുകുന്ന കരളോടെ ആ പുണ്യാത്മാവ് മന്ത്രിച്ചു, ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. പാറമടയിൽ നിന്ന് പത്രോസിന്റെ സിംഹാസനത്തിലേക്കും അവിടെ നിന്ന് വിശുദ്ധ പദവിയിലേക്കും ഈ പുണ്യാത്മാവ് എടുത്തുയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പോടെ വിശ്വസിക്കാം, കൈ പിടിക്കാൻ, കരം പിടിക്കാൻ ഒരമ്മയുണ്ടായിരുന്നു, പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധ 9-ാം പിയൂസ് മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ ജപമാല ഭക്തിയും മരിയഭക്തിയും ഒക്കെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറയുന്നൊരു കുഞ്ഞു വാചകം ധ്യാനിച്ചാൽ മതി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വത്തിക്കാൻ കൊട്ടാരം മുഴുവനും പരിശോധിക്കുക, ജപമാലയേക്കാൾ അമൂല്യമായ ഒരു നിധി അവിടെ കണ്ടെത്തുക നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ വത്തിക്കാൻ കൊട്ടാരം മുഴുവനും പരിശോധിക്കുക, ജപമാലയേക്കാൾ അമൂല്യമായ ഒരു നിധി അവിടെ കണ്ടെത്തുക നിങ്ങൾക്ക് സാധ്യമല്ല. ഇത് അദ്ദേഹം പറഞ്ഞത് ഏതോ പുസ്തകം വായിച്ച് കാണാതെ പഠിച്ച ഒരു വാചകമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. കാരണം സെമിനാരി പരിശീലനത്തിൻ്റെ നാളുവഴികളിൽ മിടുക്കനായിരുന്നിട്ടും സമർത്ഥനായിരുന്നിട്ടും ഒരു രോഗം മൂലം ഇടയ്ക്ക് വെച്ച് പരിശീലനം അവസാനിപ്പിക്കേണ്ട ഘട്ടം വന്നു. തൻ്റെ സ്വപ്നത്തിൽ കരിനിഴൽ വീഴുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന ഈ കൊച്ചു വൈദിക വിദ്യാർത്ഥിയെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ച് റെക്ടറച്ചൻ പറഞ്ഞു, മോനെ, നിന്റെ രോഗം ഒന്ന് മാറിക്കിട്ടിയാൽ മതി, നീ അമ്മയോട് പ്രാർത്ഥിക്ക്, കന്യകാമറിയം വിചാരിച്ചാൽ ഈ തടസ്സങ്ങളൊക്കെ മാറും. റെക്ടറച്ചൻ്റെ വാക്കുകൾ ദൈവ നിർദ്ദേശം പോലെ സ്വീകരിച്ച് ഉരുകുന്ന മനസ്സോടെ ജപമണികൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന ഈ കൊച്ചു വൈദിക വിദ്യാർത്ഥി, നമ്മൾ വായിക്കുന്ന ചരിത്രത്തിൽ ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരിക്കൽ പരിശുദ്ധ മറിയം ഉണ്ണിമിശിഹായോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് എന്നേക്കുമായി ആ രോഗം എടുത്തു മാറ്റി. പിന്നീട് മിടുക്കനായി പഠിച്ച് വൈദികനായി, മെത്രാനായി, അവസാനം കത്തോലിക്ക തിരുസഭയുടെ പരമാധ്യക്ഷ പദവിയായ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് വരെ അദ്ദേഹം എടുത്ത് ഉയർത്തപ്പെട്ടു. ഇനി 10-ാം പിയൂസ് മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന വില്ലൻ ദാരിദ്ര്യമായിരുന്നു. വൈദികനാകാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ പഠനച്ചെലവ് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. അദ്ദേഹം നിരന്തരം അമ്മയുടെ മുൻപിൽ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുൻപിൽ ഈ നിയോഗം സമർപ്പിച്ച് ഒരുക്കി പ്രാർത്ഥിച്ചു. അമ്മ ഇടപെട്ടത് സ്കോളർഷിപ്പിൻ്റെ രൂപത്തിൽ. അദ്ദേഹം ഇന്നും വിശുദ്ധ പദവിയിൽ എത്തി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിനി മാർപ്പാപ്പന്മാരുടെ ജീവിതത്തിലേക്ക് അധികം കടക്കുന്നില്ല. ഇങ്ങനൊരു പുസ്തകമുണ്ട്, മരിയൻ പ്രബോധനങ്ങൾ. ഇത് POC പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. 1569 മുതൽ 2013 വരെ വിവിധ മാർപ്പാപ്പമാർ മറിയത്തെക്കുറിച്ച് പുറത്തിറക്കിയ 30ഓളം വരുന്ന രേഖകളുടെ ഒരു സംഗ്രഹമാണ് ഈ പുസ്തകം. 600ഓളം പേജ് വരുന്ന ഈ പുസ്തകം. ഈ മാർപ്പാപ്പമാരിൽ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് വിശുദ്ധ ലയോ 13-ാമൻ മാർപ്പാപ്പയാണ്. 15ഓളം മറിയത്തെക്കുറിച്ചുള്ള രേഖകളാണ്, ഔദ്യോഗിക രേഖകളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇവരൊക്കെ സഭയെ നയിക്കാൻ അമ്മയുടെ കരം ചേർത്ത് പിടിച്ചിരുന്നു. ഇവരൊക്കെ സമൂഹത്തെ നയിക്കാൻ, ശിഷ്യത്വത്തിൽ വളരാൻ കന്യകാമറിയത്തിൻ്റെ കൈ ചേർത്ത് പിടിച്ചിരുന്നു. ഇനിയൊരു രക്തസാക്ഷി വിശുദ്ധനെ കൂടെ ഒന്ന് പരിചയപ്പെടാം. വായിച്ചു തീരും മുമ്പ് കണ്ണ് നനയുന്ന ചരിത്രമാണ് വിശുദ്ധ മാക്സിമില്യൻ കോൾബയുടേത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വലിയ മരിയഭക്തരായിരുന്നു. ചെറുപ്പം മുതൽ അദ്ദേഹത്തെ മരിയഭക്തിയിൽ വളർത്താൻ അവർ ഉത്സാഹിച്ചു. എല്ലാ വർഷവും മരിയൻ തീർത്ഥാടനത്തിന് പോകാറുണ്ട്. ഒരിക്കൽ തീർത്ഥാടനത്തിന് പോകുമ്പോൾ കുഞ്ഞു കോൾബയുടെ മുൻപിൽ പരിശുദ്ധ കന്യകാമറിയം ദർശനം കൊടുത്തു, പ്രത്യക്ഷയായി. കന്യകാമറിയത്തിൻ്റെ കൈകളിൽ 2 കിരീടങ്ങൾ ഉണ്ടായിരുന്നു, ഒന്ന് ചുവപ്പ്, ഒന്ന് വെളുത്തത്. രണ്ടും ചൂണ്ടിക്കാണിച്ച് അമ്മ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, മോനെ, നിനക്ക് ഇതിൽ ഏതാണ് വേണ്ടത്? കുഞ്ഞ് തിരിച്ചു ചോദിച്ചു, എന്താ അമ്മേ ഇതിൻ്റെ അർത്ഥം? നേരം അമ്മ പറഞ്ഞു, വെളുത്തത് വിശുദ്ധിയുടെ പ്രതീകമാണ്, ചുവപ്പ് രക്തസാക്ഷിത്വത്തിൻ്റെയും. മോനിതിൽ ഏതാ വേണ്ടത്? ശിശുസഹജമായ നിഷ്കളങ്കതയിൽ ആ കുഞ്ഞു പറഞ്ഞു, എനിക്ക് രണ്ടും വേണം അമ്മ, എനിക്ക് രണ്ടും വേണം. മാതൃവാത്സല്യത്തോടെ പുഞ്ചിരി തൂകി സ്നേഹത്തോടെ കുഞ്ഞിനെ കടാക്ഷിച്ച് അന്നേരം അപ്രത്യക്ഷയാകുന്ന മറിയം. പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ നരകം ലജ്ജിപ്പിക്കുന്ന കൊടും ക്രൂരതയുടെ ഇരുണ്ട യാമങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയം ഈ പുണ്യാത്മാവിന് 2 കിരീടങ്ങളും ചാർത്തി നൽകുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ ജീവിതത്തിലൂടെ, ഭാരതസഭയിലെ പുണ്യാത്മാക്കളുടെ ജീവിതത്തിലൂടെ, വിശുദ്ധ മാർപ്പാപ്പമാരുടെ ജീവിതത്തിലൂടെ, രക്തസാക്ഷികളുടെ ജീവിതത്തിലൂടെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നാളെ നേരം വെളുക്കുവോളം പറയാൻ മാത്രം അത്രയും ഉണ്ട്.
സകല വിശുദ്ധരും മറിയത്തെ ചേർത്ത് നിർത്തിയവരും മറിയത്തിൻ്റെ കരം പിടിച്ചവരും അങ്ങനെ ശിഷ്യത്വത്തിൽ വളർന്നവരും വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിച്ചവരും ആയിരുന്നുവെന്ന് സകല വിശുദ്ധരുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വ്യക്തിജീവിതം പരിശോധിച്ചാലും കുറേയൊക്കെ നമുക്കിത് മനസ്സിലാകും. എത്രയോ തവണ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. ഞാനൊരു കൊച്ചു സംഭവം പറയാം. ധർമാരാമിൽ ശമാശനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ളൊരു CMI വൈദികൻ പങ്കുവെച്ച അനുഭവമാണ്. അദ്ദേഹം ക്രിസ്മസിൻ്റെ 25 നോമ്പ് ദിവസങ്ങൾക്കിടയിൽ ഒരു ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. പ്രാർത്ഥന കഴിഞ്ഞ് പോരുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. അങ്ങനെ ഭക്ഷണത്തിനിരുന്നു. അവർ വിളമ്പിയത് മീൻകറി ആയിരുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ മീൻ നൊയമ്പുണ്ടായിരുന്നു. പാവപ്പെട്ട വീടാണ്, വേറെ കറികളൊന്നുമില്ല. നൊയമ്പാണ്, കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ കുടുംബം ഒരുപാട് സങ്കടപ്പെടും, ഭാരപ്പെടും. ഇനി മീൻ കഴിച്ചാൽ നൊയമ്പ് പോവുകയും ചെയ്യും. അച്ഛൻ വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലായി. എങ്കിലും അദ്ദേഹത്തിന് അന്നേരം തോന്നി ആ കുടുംബത്തെ വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും. അങ്ങനെ അദ്ദേഹം വിളമ്പിയ ഭക്ഷണം കഴിച്ചു. നൊയമ്പ് തെറ്റി. അന്ന് വൈകിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അദ്ദേഹത്തെ ഫോൺ ചെയ്യുമ്പോൾ ഈ കാര്യം പറയുന്നു. അമ്മ പറഞ്ഞു, സാരല്ലേ മോനെ, ആ കുടുംബത്തെ വിഷമിപ്പിക്കാതിരുന്ന് നന്നായി. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നീ നോമ്പ് തുടർന്നേക്കണം. അദ്ദേഹം അത് തുടരുകയും ചെയ്തു. ക്രിസ്മസിൻ്റെ അന്ന് അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ സാധിച്ചിരുന്നു. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും നൊയമ്പൊക്കെ വീടി. പക്ഷേ അമ്മ മാത്രം നൊയമ്പ് വീടുന്നില്ല. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മീൻകറിയൊക്കെ ഉണ്ട്, പക്ഷേ കഴിക്കുന്നില്ല. എല്ലാവരും ചോദിച്ചെന്താ കഴിക്കാത്തതെന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാമെന്ന് അമ്മ പറഞ്ഞു. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈ അച്ഛൻ അമ്മയുടെ അടുത്ത് ചെന്ന് തനിച്ച് ചോദിച്ചു, എന്തേ അമ്മേ അമ്മയ്ക്ക് ഇഷ്ടമുള്ള മീൻകറിയൊക്കെ ആയിട്ടും കഴിക്കാതിരുന്നത്? അന്നേരം അമ്മ പറഞ്ഞ മറുപടി, നാളെയാണ് ഞാൻ നോമ്പ് വീടുന്നത്. ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഇന്നല്ലേ നോമ്പ് വീടേണ്ടത്. അപ്പം അമ്മ പറഞ്ഞു, ഈ 25 നൊയമ്പ് ദിവസങ്ങൾക്കിടയിൽ ഒരു ദിനം നിന്റെ നോമ്പ് തെറ്റി. അതുകൊണ്ട് അതിന് പകരമായി ഒരു ദിവസം കൂടുതൽ ഞാൻ നോമ്പെടുക്കുന്നു. അച്ഛനൊന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ ഉള്ളിൽ ഉയർന്ന വികാരം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്നീട് അച്ഛൻ ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത അദ്ദേഹം പിന്നീട് ഞങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്: മകൻ്റെ ആധ്യാത്മിക ജീവിതത്തിന് കാവലിരിക്കുന്ന ഒരമ്മ. മകൻ്റെ ആധ്യാത്മിക ജീവിതത്തിന് കാവലിരിക്കുന്ന ഒരമ്മ. ഇത് ആ അച്ഛൻ്റെ മാത്രം ജീവിതത്തിലുള്ളതാണോ? അല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കുണ്ടാകും. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ വെള്ളവസ്ത്രത്തിൽ, എൻ്റെ സന്യാസത്തിൻ്റെ സഭാവസ്ത്രത്തിൽ ഒരു ചുളിവ് പോലും പറ്റാതിരിക്കാൻ, ഒരു കറ പോലും പുരളാതിരിക്കാൻ കണ്ണിമചിമ്മാതെ കാവലിരിക്കുന്ന ഒരമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അപ്പനെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും പറയാനില്ലേ? ഉണ്ട്, നമുക്ക് എല്ലാവർക്കും പറയാനുണ്ട്. അല്ലെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ മുന്നോട്ട് പോവുക സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഉറപ്പ് ഭൂമിയിലെ അമ്മമാരെ കുറിച്ച് പോലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ 1000 മടങ്ങ് ഉറപ്പോടെ 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 പറയാൻ സാധിക്കുകയില്ലേ? സ്വർഗത്തിൽ ഇതുപോലെ കണ്ണിമ ചിമ്മാതെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെയും എൻ്റെ സന്യാസത്തിൻ്റെയും അതിലൊക്കെ ഉപരിയായി മാമോദീസായിലൂടെ ഞാനണിഞ്ഞ വിശുദ്ധിയുടെ വെള്ള വസ്ത്രത്തിൽ കറപുരളാതിരിക്കാൻ വേണ്ടി കണ്ണിമ ചിമ്മാതെ സ്വർഗത്തിൽ കാവലിരിക്കുന്ന ഒരമ്മയെക്കുറിച്ച് തീർച്ചയായിട്ടും ഉണ്ട്. ഈ അമ്മ കൈ ഇങ്ങനെ നീട്ടിത്തരുമ്പോൾ അതിലേക്ക് എൻ്റെ കൈ ഒന്ന് ചേർത്ത് വെച്ചാൽ മാത്രം മതി. അമ്മ നയിക്കും ഈശോയിലേക്ക്. അമ്മ നമ്മളെ കൊണ്ടുചെല്ലും ഈശോയിലേക്ക്. നമ്മൾ തുടങ്ങിയത് മറിയം എന്ന പാഠപുസ്തകത്തെക്കുറിച്ചാണ്. ക്രിസ്തു ശിഷ്യൻ വായിച്ച് മനഃപ്പാഠമാക്കേണ്ട പാഠപുസ്തകമാണ് മറിയം. കാരണം യേശുവിൻ്റെ പ്രബോധനങ്ങൾ, യേശുവിൻ്റെ വചനങ്ങൾ, സുവിശേഷ മൂല്യങ്ങൾ യേശു പറയും മുമ്പ്, പഠിപ്പിക്കും മുമ്പ് ജീവിതത്തിൽ സ്വാംശീകരിച്ച വ്യക്തി. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കാൻ സുവിശേഷത്തിൻ്റെ താളുകളിലൂടെ, മറിയം പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. മറിയം എന്ന പാഠപുസ്തകം നമുക്കൊന്ന് തുറക്കാം. അതിലെ ആദ്യ അധ്യായം മംഗളവാർത്ത. മംഗളവാർത്തയിൽ നമ്മൾ കാണുന്ന മറിയം, ശരിയാണ്, അത് മംഗളവാർത്തയാണ്. ആർക്ക്? നമുക്കതൊരു മംഗളവാർത്തയാണ്. സ്വർഗത്തിനതൊരു മംഗളവാർത്തയാണ്. ലോകത്തിനതൊരു മംഗളവാർത്തയാണ്. പക്ഷെ മറിയത്തിന് അതൊരു മരണവാർത്തയാണ്. വിവാഹത്തിന് മുൻപ് അവൾ ഗർഭിണിയായാൽ മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. എന്നാൽ ഈ മരണവാർത്തയെ ജീവിതത്തിൽ മംഗളവാർത്തയായി സ്വീകരിക്കാൻ അവൾ തയ്യാറായപ്പോൾ ലോകത്തിന് അതൊരു മംഗളവാർത്തയായി തീർന്നു. സ്വർഗത്തിന് അതൊരു മംഗളവാർത്തയായി തീർന്നു. ഇവിടെ ഈ 1-ാം അധ്യായം, മറിയം എന്ന പാഠപുസ്തകത്തിലെ ഈ 1-ാം അധ്യായം
ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറിയം പറയുന്ന വാക്കുകൾ എന്താണ് ദൂതനോട്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക്, നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇതേ വാക്കുകളല്ലേ ഗെത്സമേനിയിൽ രക്തം വിയർക്കുമ്പോൾ ഈശോയും പ്രാർത്ഥിച്ചത്? നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇതേ വാക്കുകളല്ലേ ജീവിതത്തിലുടനീളം കർത്താവിൻ്റെ ചങ്കിലുണ്ടായിരുന്നത്? പിതാവിൻ്റെ ഹിതം, പിതാവിൻ്റെ ഇഷ്ടം. സത്യത്തിൽ എന്താണ് നമ്മൾ എടുക്കുന്ന അനുസരണം എന്ന വ്രതം? അനുസരണം എന്ന വ്രതം മനസ്സിനെ സമർപ്പിക്കലാണ്. എൻ്റെ ഇഷ്ടത്തെ, എൻ്റെ ഹിതത്തെ, എൻ്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്കലാണ്. അതുകൊണ്ടാണ് മറ്റ് രണ്ട് വ്രതങ്ങളെക്കാൾ കൂടുതൽ പരിശീലിക്കാൻ പ്രയാസമുള്ളൊരു വ്രതമായി അത് മാറുന്നതും. കാരണം ബ്രഹ്മചര്യത്തിലൂടെ എൻ്റെ ശരീരത്തെയും ശരീരത്തിൻ്റെ വാസനകളെയും ഞാൻ സമർപ്പിക്കുന്നു. ദാരിദ്ര്യത്തിലൂടെ എനിക്കുള്ളതൊക്കെ ഞാൻ കർത്താവിന് കൊടുക്കുന്നു, സമർപ്പിക്കുന്നു. പക്ഷേ അതിലേറെ പ്രയാസമുള്ളൊരു കാര്യമാണ് അനുസരണത്തിലൂടെ ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ വില്ലിനെയാണ്, ഇച്ഛാശക്തിയെയാണ്, എൻ്റെ മനസ്സിനെയാണ്, എൻ്റെ ഇഷ്ടത്തെയാണ്, എൻ്റെ ഹിതത്തെയാണ്. അതും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഹിതം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഏറ്റുപറയലാണ് അനുസരണവ്രതം. എങ്കിൽ മറിയം എന്ന പാഠപുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു അനുസരണത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക. ഒരു ക്രിസ്തു ശിഷ്യൻ, പ്രത്യേകിച്ച് മൗലിക ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ട സന്യാസിനി നിർബന്ധമായും വായിച്ചു പഠിക്കേണ്ട പാഠപുസ്തകം പരിശുദ്ധ കന്യകാമറിയം. ഒത്തിരി കാര്യങ്ങൾ അവിടെ നമ്മൾ വേറെയും കാണുന്നുണ്ട്. മറിയത്തിൻ്റെ വിശ്വാസം, പ്രത്യേകിച്ച് ലോകചരിത്രത്തിൽ അന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇനി ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം, അതാണ് മറിയം വിശ്വസിക്കുന്നത്. സുവിശേഷത്തിലുടനീളം പരിശോധിക്കുമ്പോൾ ഒരു കടുകുമണിയുടെയെങ്കിലും വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മലയോട് മാറി അങ്ങ് കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന്. സിക്കമൂർ മരം ചുവടോടെ ഇളകി മാറി കടലിൽ ചെന്ന് വീഴുമെന്ന് യേശു ശിഷ്യരോട് പറയുന്നുണ്ട്. ഇതാ ഇവിടെ വിശ്വാസം കൊണ്ട് ലോകചരിത്രത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു സംഭവത്തെ മറിയം ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു, ആമേൻ പറയുന്നു. എലിസബത്ത് മറിയത്തെ നോക്കി പറയുന്ന വാക്കുകൾ അതല്ലേ? ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത് പറയുമ്പോൾ തൊട്ടടുത്ത് വേറൊരാൾ ഇരിപ്പുണ്ട്, എലിസബത്തിൻ്റെ ഭർത്താവ്. ദൈവം അരുളി ചെയ്ത കാര്യം വിശ്വസിക്കില്ലെന്ന് കരുതിയ, അങ്ങനെ മൂകനായി തീർന്ന ഒരു മനുഷ്യൻ. ആളെ ഇരുത്തിയിട്ടാണ് എലിസബത്ത് പറയുന്നത്, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കും, നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി, ഭാഗ്യവതി. ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ധ്യാനിച്ചു പോകെങ്കിലും അടുത്ത ചാപ്റ്ററിലേക്ക് ഒന്ന് കടക്കാം. മറിയം എന്ന പാഠപുസ്തകം 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടുന്ന മറിയം. ആരെ ശുശ്രൂഷിക്കാൻ? ഗർഭിണിയായ എലിസബത്തിനെ. 6 മാസത്തോളം അവൾ ഗർഭിണിയായിരുന്നു. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, മറിയവും ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ്. അതായത് ദൈവദൂതൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നതിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ മറിയത്തിൻ്റെ ഉദരത്തിലും ഒരു ശിശു ഉരുവാക്കപ്പെട്ടിട്ടുണ്ട്. എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശുവും മറിയത്തിൻ്റെ ഉദരത്തിലെ ശിശുവും തമ്മിൽ ഒരു 6 മാസത്തെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഉദരത്തിൽ ശിശുവുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ ശുശ്രൂഷിക്കപ്പെടാനുള്ള സമയമാണത്, ശുശ്രൂഷിക്കപ്പെടാനുള്ള സമയം. എന്നാൽ ശുശ്രൂഷിക്കപ്പെടാൻ നിൽക്കാതെ ശുശ്രൂഷിക്കാൻ ഓടുന്ന മറിയം നമുക്ക് നൽകുന്ന പാഠം ഇതല്ലേ ഈശോ പിന്നീട് പഠിപ്പിച്ചത്? ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി തന്നെ നൽകാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ അതാണ് മറിയം ഇവിടെ ജീവിച്ചത്. ഈശോ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷത്തിൽ തന്നെ മറിയം ജീവിതത്തിൽ പ്രായോഗികമാക്കിയ വചനമാണത്. വീണ്ടും നമ്മൾ കാണുന്നു മറിയം എന്ന പാഠപുസ്തകം, അല്ലെങ്കിൽ എലിസബത്തിനെ കാണാൻ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ ഒത്തിരിയുണ്ട്. മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ച് ഇതാ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറയുന്നു, ഉദരത്തിലെ ശിശുവിലും പരിശുദ്ധാത്മാവ് നിറയുന്നു. ഇവിടെ നമ്മുടെ മുൻപിൽ ഉയരുന്നൊരു വലിയ ചോദ്യം, സത്യത്തിൽ മറിയം എന്ത് ചെയ്തപ്പോഴാണ് ആത്മാവിൻ്റെ അഭിഷേകം അവർക്ക് ലഭിക്കുന്നത്? നമ്മൾ ഈ ധ്യാന ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അറിയാം, ഒരാഴ്ചത്തെ ധ്യാനത്തിൽ ആദ്യ ദിവസം മുതൽ ഒരുക്കമാണ് അവസാന ദിവസത്തെ അഭിഷേക ആരാധനയ്ക്ക് വേണ്ടി. കുമ്പസാരിച്ചും വചനം കേട്ടും സ്തുതിച്ചും ആരാധിച്ചും അവസാനത്തെ അഭിഷേക ആരാധനയിൽ പ്രത്യേകം കൈവപ്പ് ശുശ്രൂഷ നടത്തി, തൈലാഭിഷേകം നടത്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായൊരു അനോയിൻറ്റിങ് ഉണ്ടാകാൻ വേണ്ടി. ഇവിടെ മറിയം പ്രത്യേകിച്ച് കൈവപ്പ് ശുശ്രൂഷയോ അഭിഷേക ആരാധനയോ ഒന്നും ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല. ഒറ്റ കാര്യം, അഭിവാദനം ചെയ്തു. എന്താണ് അഭിവാദനം? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വിഷ് ചെയ്യുക. ആയി പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ ഒരു ഷാലോമെന്നോ മറ്റോ പറഞ്ഞു കാണുമായിരിക്കും. അത്രയേ ചെയ്തുള്ളൂ. കേട്ട എലിസബത്തിലും ഉദരത്തിലെ ശിശുവിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം ആപാദചൂടം പരിശുദ്ധാത്മ കൃപ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മയുടെ സാന്നിധ്യം
പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരുന്നു. ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ ഇതേ അഭിഷേകം, ഇതേ നിറവ് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊരു പാഠം, അമ്മയിൽ എന്ന പോലെ പരിശുദ്ധാത്മ നിറവ് നമ്മിലുണ്ടാകാൻ, നമ്മുടെ സാന്നിധ്യം ഓരോ വ്യക്തികൾക്കും ആത്മാവിനെ സ്വീകരിക്കാൻ മാത്രം ചൈതന്യവും കൃപയും ആത്മാവും നിറഞ്ഞ വ്യക്തികളാകാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ അധ്യായം, മറിയമെന്ന പുസ്തകത്തിൻ്റെ ഈ അധ്യായം നമുക്ക് നൽകുക. ഇനി അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ, ഈശോയുടെ ജനനം, അത് ശരിക്കും നമ്മൾ എടുക്കുന്ന 3 വ്രതങ്ങളിൽ ദാരിദ്ര്യം എന്ന വ്രതത്തെ നമ്മുടെ മുൻപിൽ മനോഹരമാം വിധത്തിൽ മറിയത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. മറിയത്തിന് അവിടെ സത്രത്തിൽ അവർക്ക് തിരുകുടുംബത്തിന് ഇടം കിട്ടിയില്ല. സ്ഥലമില്ലാത്തതുകൊണ്ട് ഇടം കിട്ടിയില്ലെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. സത്യത്തിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണോ? നമുക്ക് വളരെ ലോജിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് ടൂറിസ്റ്റ് പ്ലേസുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഉദാഹരണത്തിന് ഊട്ടി, കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങൾ, അവിടെ സീസൺ ആണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ റൂമൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്, എല്ലാം തിങ്ങി നിറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇച്ചിരി കാശുള്ളവൻ ചെന്നാൽ എങ്ങനെയായാലും മുറി കിട്ടും. ഇച്ചിരി പൈസയുള്ളവൻ ചെന്നാൽ എങ്ങനെ പോയാലും എവിടെ നിന്നെങ്കിലും ഒരു മുറി കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല, പണമില്ലാത്തത് കൊണ്ടാണ്. ദാരിദ്ര്യം അതിൽ തന്നെ ഒരു പുണ്യം എന്നൊന്നും പറയാൻ സാധ്യമല്ല. ദാരിദ്ര്യത്തെ മറിയം സ്വീകരിച്ച വിധം, പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ദൈവം വെച്ച് വിളമ്പിയതിനെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ മറിയം തയ്യാറായി. മറിയം എന്ന പാഠപുസ്തകത്തിൻ്റെ ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന സുന്ദരമായ പാഠം. ഇനി അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. അവിടെ നമ്മൾ കാണുന്നു, ഉണ്ണിമിശിഹായെ ശിമയോൻ്റെ കരങ്ങളിൽ തൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നാളുകൾക്ക് ശേഷം ദേവാലയത്തിൽ കൊണ്ടുപോയി ശിമയോൻ്റെ കൈകളിൽ പിതാവിന് സമർപ്പിക്കുന്ന പരിശുദ്ധ കന്യക മറിയം. ഈ കാര്യം യഥാർത്ഥത്തിൽ മറിയം മോശയുടെ കൽപ്പന അനുസരിക്കുകയായിരുന്നു. യഹൂദർക്ക് നൽകപ്പെട്ട, ഇസ്രായേൽ ജനത്തിന് നൽകപ്പെട്ട മോശയുടെ കൽപ്പന മറിയം അനുസരിക്കുകയായിരുന്നു. നമുക്കിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. സത്യത്തിൽ മോശയേക്കാൾ എത്രയോ ഉയരത്തിലാണ് മറിയം നിൽക്കുന്നത്. സാക്ഷാൽ രക്ഷകന്റെ അമ്മയാണ്. ഈ നിയമങ്ങളെക്കാളും കൽപ്പനകളെക്കാളും എത്രയോ ഉയരത്തിലാണ് മറിയം നിൽക്കുന്നത്. കാരണം സകല നിയമങ്ങളും സകല പ്രവചനങ്ങളും പ്രവാചകന്മാരും പൂർത്തീകരിക്കപ്പെടുന്ന രക്ഷകന്റെ അമ്മയായ മറിയം ഇങ്ങനെ ഒരു നിയമം പാലിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആണെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കാം. മറിയം ആ നിയമങ്ങൾ അനുസരിക്കുന്നു. മറിയം എന്ന പാഠപുസ്തകം നമുക്ക് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു തരുന്ന പാഠം ഇതാണ്: നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ്, കൽപ്പനകൾ അനുസരിക്കാനുള്ളതാണ്, പാലിക്കാനുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് നൽകപ്പെടുന്ന നമ്മുടെ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നിയമാവലി, നമ്മുടെ വ്യക്തിപ്രാഭവം കൊണ്ട് ഒരുപക്ഷെ നിയമാവലിയേക്കാളും മുകളിലായിരിക്കാം നമ്മൾ. പക്ഷെ നിയമങ്ങൾ ഉള്ളതാണ്. കൽപ്പനകൾ, നിർദ്ദേശം അനുസരിക്കപ്പെടാനുള്ളത് തന്നെയാണ് മറിയം എന്ന പാഠപുസ്തകം നമുക്ക് നൽകുന്ന വളരെ സുന്ദരമായ ഒരു പാഠം. ഇനി അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നു, പരിശുദ്ധ മറിയത്തിന് 12 വയസ്സുള്ള മകനെ ദേവാലയത്തിൽ നഷ്ടപ്പെടുന്നു. തിരിച്ചോടുന്നു, ദേവാലയത്തിൽ ചെന്ന് കണ്ടുമുട്ടുന്നു. മറിയത്തിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ഏറ്റവും വലിയ സഹനത്തിൻ്റെ 3 ദിവസങ്ങളായിരുന്നു. പക്ഷേ ഈശോ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ദേവാലയത്തിലേക്ക് തിരിച്ചോടാൻ തയ്യാറാകുന്ന മറിയം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ജീവിതത്തിൽ നമ്മളൊക്കെ എത്രമാത്രം പ്രാർത്ഥനയിലും ആധ്യാത്മിക ചൈതന്യത്തിലും വിശുദ്ധിയിലും വളർച്ച പ്രാപിച്ചാലും ഈശോ നഷ്ടപ്പെട്ടു പോകുന്ന ചില ദിവസങ്ങളോ മണിക്കൂറുകളോ നിമിഷങ്ങളോ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. തിരിച്ചറിയുന്ന നിമിഷം, ഈശോ എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിയുന്ന നിമിഷം തിരിച്ചോടണം ദേവാലയത്തിലേക്ക്, ബലിപീഠത്തിൻ്റെ അരികിലേക്ക്, തിരുസക്രാരിയുടെ ചുവട്ടിലേക്ക്, പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് തിരിച്ചോടണം. എന്നിട്ട് കർത്താവിനെ വീണ്ടും ജീവിതത്തിലേക്ക്, നഷ്ടപ്പെട്ട കർത്താവിനെ ജീവിതത്തിലേക്ക് കൂട്ടണം. ഫിലോസഫിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ അവിടെ ധ്യാനിപ്പിച്ച അച്ഛൻ TMI സഭയിലെ ബഹുമാനപ്പെട്ട ഞള്ളമ്പുഴ അച്ഛനാണ്. അച്ഛൻ അന്ന് പങ്കുവെച്ചൊരു ചിന്ത ഒത്തിരി മനസ്സിനെ സ്വാധീനിച്ചിരുന്നു. ഞാൻ ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ അത് പരാമർശിക്കാറുള്ള ഒരു വാചകമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിലും അവസാന അധ്യായത്തിലും ദേവാലയത്തിലേക്ക് തിരിച്ചോടുന്ന 2 വ്യക്തികളെ 2 സ്ഥലങ്ങളിലായി നമ്മൾ കാണുന്നു. ആദ്യ അധ്യായങ്ങളിൽ പരിശുദ്ധ മറിയവും ഔസേപിതാവും, അവസാന അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യർ, 2 പേർ തിരിച്ചു നടക്കുകയാണ്, ദേവാലയത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. അതിനെ പരാമർശിച്ചുകൊണ്ട് ഞള്ളമ്പുഴയച്ചൻ പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ്? ജീവിതത്തിൽ
തിരിഞ്ഞു നോക്കി, തിരിച്ചറിഞ്ഞ്, തിരുത്തി, തിരിച്ചു വന്ന് ജീവിതം തിരുനാൾ ആഘോഷമാക്കി മാറ്റണമെന്ന്. ഓരോ ദിവസവും എന്നിൽ സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് തിരിഞ്ഞു നോക്കണം, തിരിച്ചറിയണം, തിരുത്തണം, തിരിച്ചു വരണം, യേശുവിനെ ജീവിതത്തിലേക്ക് കൂട്ടി ജീവിതം തിരുനാളാക്കി മാറ്റണം. നമ്മുടെ സഭയുടെ നിയമാവലി അനുസരിച്ച് 2 നേരം നിർബന്ധമായും ആത്മപരിശോധനയ്ക്ക് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാ ദിവസവും നടത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ ആത്മപരിശോധനയും തിരുത്തലും. കാരണം പരിശോധിക്കാത്ത ജീവിതങ്ങളൊന്നും ജീവിതാർഹമല്ല. പരിശോധിക്കാത്ത ജീവിതങ്ങളൊന്നും ജീവിതാർഹമല്ല. മറിയം എന്ന പാഠപുസ്തകത്തിൻ്റെ അടുത്ത താളുകളിലേക്ക് പോകുമ്പോൾ, അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പിന്നെയും കാണുന്നുണ്ട്. പ്രധാനമായും കാനായിലെ കല്യാണ വിരുന്നിൽ മറിയത്തിൻ്റെ ഇടപെടൽ. ഒരു വലിയ സങ്കടത്തിലൂടെ, ദുഃഖത്തിലൂടെ ആ കുടുംബം കടന്നു പോകുമ്പോൾ പല രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചവർ അവിടെ ഉണ്ടാകും. ന്യായമായോ സംഭവിക്കാം. പല രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചവർ. എന്നാൽ പ്രശ്നത്തിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ പരിഹാരമാർഗം നിർദ്ദേശിച്ചത് ആരാ? അത് പരിശുദ്ധ കന്യകാമറിയമാണ്. പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ പന്തിയിലുണ്ട്, അവനിലേക്ക് തിരിയുക, അവൻ പറയുന്നത് ചെയ്യുക. പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ പന്തിയിലുണ്ട്, നിങ്ങൾ അവനിലേക്ക് തിരിയ്, അവൻ പറയുന്നത് ചെയ്യ്. ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുക, മറിയമെന്ന പാഠപുസ്തകത്തിലെ ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, ജീവിതത്തിൽ ഏതൊരു പ്രശ്നം വരുമ്പോഴും ഈശോയിലേക്ക് തിരിയാൻ പരിശുദ്ധ അമ്മ എന്ന പാഠപുസ്തകത്തിലെ ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സഹജീവികളുടെ നൊമ്പരം, വേദന കണ്ടറിഞ്ഞ് കൊണ്ടുവന്ന് കൃപയാക്കി മാറ്റണം. കണ്ടറിഞ്ഞ് സഹജീവികളുടെ നൊമ്പരവും വേദനയും കണ്ടറിയണം, എന്നിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം, അതിന് കൃപയാക്കി മാറ്റണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം, COVID-19 എന്ന മഹാമാരിയുടെ നീരാളിപ്പിടുത്തത്തിൽ ലോകം മുഴുവനും ഞെരുങ്ങാണ്, ലോകം മുഴുവനും ക്ലേശിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് ഇടപെടാതെ, ഇടതടവില്ലാതെ പ്രാർത്ഥനകൾ ഉയർത്താനുള്ള ഉത്തരവാദിത്വവും നിയോഗവും സ്വീകരിച്ചിട്ടുള്ളവർ തന്നെയാണ് നമ്മൾ സന്യസ്തര്, സമർപ്പിതര്. കണ്ടറിഞ്ഞ് കൊണ്ടുവന്ന് കൃപയാക്കി മാറ്റണം. മറിയമെന്ന പാഠപുസ്തകത്തിൻ്റെ താളുകൾ ഇനിയും മറിച്ചാൽ ഒരുപാട് അധ്യായങ്ങൾ നമുക്കതിൽ കാണാം. ഞാൻ അവസാനത്തെ 2 അധ്യായങ്ങളിലേക്കൊന്ന് കടക്കാണ്. അത് മറ്റൊന്നുമല്ല, കുരിശിൻ ചുവട്ടിലെ അമ്മ. സഹനപുത്രിയായി കുരിശിൻ്റെ ചുവട്ടിൽ സഹനത്തിൻ്റെ കാസ മട്ടുവരെ പാനം ചെയ്ത് നിലകൊള്ളുന്ന പരിശുദ്ധ കന്യകാമറിയം. പ്രിയപ്പെട്ടവരെയും, ഇത് കുരിശിൻ്റെ ചുവട്ടിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല, അതതിൻ്റെ ക്ലൈമാക്സ് മാത്രമാണ്. മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് ഉടനീളം നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, സഹനത്തിൻ്റെ കാസ പാനം ചെയ്തവളാണ് പരിഭവവും പരാതിയും ഇല്ലാതെ. ദൈവം വെച്ച് വിളമ്പിയതൊക്കെ പരാതിയില്ലാതെ, പരിഭവമില്ലാതെ സ്വീകരിച്ച് നമുക്ക് മുൻപിൽ ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മാതൃകയായി പരിശുദ്ധ കന്യകാമറിയം നിലകൊള്ളുന്നു. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത പറഞ്ഞ് കടന്നുപോയി. പിന്നെ ദൂതനെ കണ്ടിട്ടില്ല. മറിയത്തിൻ്റെ ജീവിതത്തിൽ സംശയിക്കപ്പെട്ട മാതൃത്വം. ഔസേപിതാവ് പോലും ആരംഭത്തിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട്. തുടർന്ന് കുഞ്ഞിനെ ഉദരത്തിൽ സംവഹിച്ച് ഒരുപാട് ദൂരെ നിറവയറുമായി യാത്ര ചെയ്യേണ്ടി വരുന്നു. സ്ഥലം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മനക്ലേശം, തിരസ്കരണത്തിന് തിക്തവേദന. കുഞ്ഞിനെ പ്രസവിച്ച് പുൽത്തൊട്ടിയിൽ കിടത്തുമ്പോൾ ഒരു കീറത്തുണി പോലും ഇല്ലാതെ നിസ്സഹായനായി കൊടും മഞ്ഞത്ത് കൈകാലിട്ടടിച്ച് കരയുന്ന കുഞ്ഞിൻ്റെ മുഖം നോക്കി ഒരു സ്ത്രീ എങ്ങനെ വിശ്വസിക്കും? ഇവനാണ് ഈ ലോകം മുഴുവനെയും സൃഷ്ടിച്ചത്, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. മറിയം വിശ്വസിച്ചു. കുഞ്ഞിനെ താരാട്ടുപാടി കൊതി തീരുന്നതിന് മുമ്പ് കേൾക്കുന്നു ഹെറോദേസ് അവനെ വധിക്കാൻ ആലോചിക്കുന്ന വിവരം. ചങ്കിൽ കുഞ്ഞിനെ ചേർത്തമർത്തി ജീവിത പങ്കാളിക്കൊപ്പം ഈജിപ്തിലേക്ക് മഞ്ഞ് തണുത്തുറഞ്ഞ മലഞ്ചെരിവിലൂടെ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ പുറകിൽ തനിക്ക് പകരമായി കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാർ, തൻ്റെ കുഞ്ഞിന് പകരമായി മരിക്കേണ്ടി വരുന്ന അനേകം കുഞ്ഞുങ്ങൾ, അവരുടെ ദീനരോധനങ്ങൾ മറിയത്തിൻ്റെ കർണപുടങ്ങളിൽ പതിക്കുമ്പോൾ പിന്നീട് ഒരു രാത്രിയെങ്കിലും സ്വസ്ഥതയോടെ മറിയത്തിന് കിടന്നുറങ്ങാൻ സാധിച്ചിട്ടുണ്ടാകുമോ? ഈജിപ്തിലെ അജ്ഞാതവാസം, ഭാഷയറിയില്ല, അരക്ഷിതാവസ്ഥ, കയ്യിൽ പണമില്ല, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പരിചയക്കാർ ആരും കൂടെയില്ല. വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലൊരു ജീവിതം. തിരിച്ചുവരവ്, ശിമയോൻ്റെ കൈകളിൽ കുഞ്ഞിനെ സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന പ്രവചനങ്ങൾ, ഹൃദയത്തിൽ വാളായി പെയ്തിറങ്ങുന്ന അനുഭവങ്ങൾ. 12-ാം വയസ്സിൽ മകനെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന വേദനയുടെ അനുഭവം. 30-ാമത്തെ വയസ്സിൽ മകൻ വീട് വിട്ടിറങ്ങുന്നു. അമ്മ ഒറ്റയ്ക്കാണ്, വിധവയാണ്. പിന്നെ മകനെക്കുറിച്ച് കേൾക്കേണ്ടി വരുന്ന വാർത്തകൾ പലതും അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. അവനിൽ പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, ചുങ്കക്കാരുടെ കൂട്ടുകാരൻ, വേശ്യകളുടെ സുഹൃത്ത്. ഇതൊക്കെ ഈ അമ്മയ്ക്ക് തൻ്റെ മകനെക്കുറിച്ച് കേൾക്കേണ്ടി വന്നു. അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരികയാണ് കാൽവരിയുടെ നെറുക, കുരിശിൻ്റെ ചുവട്. തൻ്റെ കൺമുൻപിൽ തൻ്റെ പൊന്നുമകൻ, ഏകമകൻ, 2 കള്ളന്മാർക്ക് മധ്യേ ഒരു മരക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങി
ഉച്ചിതൊട്ടുള്ളങ്കാൽ വരെ ഭീകരമായ മുറിവുകളും ചതവുകളും ഏറ്റുവാങ്ങി ശ്വാസം വലിക്കാൻ പോലും സാധിക്കാതെ അപമാനത്തിന്റെ അവഹേളനത്തിന്റെ തിക്താനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയി തൻ്റെ പൊന്നുമകൻ കൺമുൻപിൽ പിടഞ്ഞ് 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 മരിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു പാവം അമ്മയുടെ ഗതികേട്. മരിച്ചു മരവിച്ച പൊന്നുമകന്റെ മൃതശരീരം അവളുടെ മടിയിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ രണ്ട് കരങ്ങളിലും അതിങ്ങനെ ഏറ്റുവാങ്ങി മാറോട് ചേർത്ത് പിടിച്ച് വീഴ്ത്താൻ ഒരു തുള്ളി കണ്ണുനീര് പോലും ബാക്കിയില്ലാതെ നിത്യപിതാവിന്റെ സന്നിധിയിലേക്ക് ഈ അമ്മ ഉയർത്തിയ പ്രാർത്ഥന എന്തായിരിക്കാം? പരാതിയില്ല, പരിഭവമില്ല. മറിയം എന്ന യഹൂദ വനിത തീർച്ചയായും അബ്രാഹത്തെയും ഇസഹാക്കെയും ബലിയർപ്പണത്തെയും ഒക്കെ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലാക്കി വിശ്വസിക്കുന്ന വ്യക്തി തന്നെയാണ്. അബ്രാഹം കത്തി ഉയർത്തുമ്പോൾ സ്വർഗത്തിൽ നിന്നുണ്ടായ സ്വരവും കയ്യിൽ കയറി പിടിക്കുന്ന ദൈവദൂതനും മറിയത്തിനറിയാം. പക്ഷെ കാൽവരിയിൽ സ്വർഗം മൗനമായിരുന്നു. കാൽവരിയിൽ ഒരു ദൂതനും പ്രത്യക്ഷപ്പെട്ടില്ല. പരാതിയില്ലാതെ, പരിഭവമില്ലാതെ മറിയം തൻ്റെ ബലി പൂർത്തിയാക്കുകയാണ്. തൻ്റെ തിരുക്കുമാരനെ ദൈവതിരുസന്നിധാനത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ബലി അർപ്പിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം. മറിയം ഈശോയെ ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ദൈവശാസ്ത്രപരമായി ശരിയാണോ എന്നൊക്കെ തോന്നിയേക്കാം. നമ്മൾ മാതൃസ്ഥാവത്തിൽ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നുണ്ട്. കാൽവരി മലയിൽ കുരിശിന്മേൽ ജീവൻ പിരിയും സുതനേ നീ ദൈവപിതാവിന് ബലിയേകി സഹരക്ഷകയാം മാതാവേ. ഇങ്ങനൊരു പാട്ടുണ്ട്, നമ്മൾ പാടാറുള്ളതാണ്. വീണ്ടും സായാഹ്ന പ്രാർത്ഥനയിൽ നമ്മൾ മറ്റൊരു പാട്ട് പാടാറുണ്ട്. നമ്മുടെ കാനോന നമസ്കാരത്തിൽ കാൽവരി മുകളിൽ നമ്മൾ സായാഹ്ന പ്രാർത്ഥനയിൽ പാടുന്ന പാട്ടാണ് കാൽവരി മലയിന്മേൽ കുരിശിന് മുമ്പിലതാ മറ്റൊരു ബലിപീഠം, ശിമയോനോദിയ വചനങ്ങൾ സാർത്ഥകമാക്കിയ ബലിപീഠം, വ്യാകുലയായ മാതാവിൻ വേദന തിങ്ങിയ ഹൃദയമത പാവനമാം ബലിയായി വിടരുന്നു. മറിയം ഒരു ബലിപീഠമായി മാറി, ഹൃദയം ബലിവസ്തുവായി മാറി, ദൈവസന്നിധിയിൽ പരാതിയും പരിഭവവും ഇല്ലാതെ ജീവിതം നിവേദിച്ച പരിശുദ്ധ കന്യകാമറിയം. അമ്മയോളം നല്ല പാഠപുസ്തകം എവിടെയുണ്ട് നമുക്ക് വായിച്ച് ഹൃദ്യസ്ഥമാക്കാൻ? ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ, ശിഷ്യ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും പരിശീലനത്തിൻ്റെ നാൾവഴികളിലായിരിക്കുമ്പോൾ വായിച്ചു പഠിച്ച് മനസ്സിലാക്കാൻ, ഹൃദ്യസ്ഥമാക്കാൻ ഇതിലും നല്ല ഏത് പാഠപുസ്തകമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ, വായിക്കാനായിട്ട് ഉള്ളത്? പരിഭവമില്ല, പരാതിയില്ല. ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാം. ഇസ്രായേൽ ജനം കാനാൻ നാട്ടിലേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സംവത്സരങ്ങൾ ഒരുപാട് അവർക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്ര ഘടന അറിയാവുന്നവർക്ക് അറിയാം, അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എത്താവുന്ന സ്ഥലം. എന്നാൽ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ എടുത്തു കാനാൻ നാട്ടിലെത്താൻ. കാരണം എന്താ? പരാതി, പരിഭവം, പിറുപിറുപ്പ്, മുറുമുറുപ്പ്. അതായിരുന്നു കാരണം. നമ്മുടെ സന്യാസ ജീവിതത്തിൻ്റെ മുൻപിൽ രണ്ട് ഉദാഹരണങ്ങൾ നിൽക്കുന്നു. ഒന്ന് ഇസ്രായേൽ ജനം, പരാതിയും പരിഭവവും പിറുപിറുപ്പുമായി ജീവിച്ച ഇസ്രായേൽ ജനം. രണ്ട് പരിശുദ്ധ കന്യകാമറിയം, ദൈവം വെച്ചു വിളമ്പിയതിനെ പരിഭവവും പരാതിയും ഇല്ലാതെ സ്വീകരിച്ച കന്യകാമറിയം. സന്യാസ ജീവിതം എന്ന മരുഭൂമി യാത്ര സ്വർഗമെന്ന കാനാനാട് ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ നമുക്ക് മുൻപിൽ ഈ രണ്ട് മാതൃകകളുണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പരാതിയും പരിഭവവും പഴിപറച്ചിലുമായി എൻ്റെ സമർപ്പിത ജീവിതത്തെ ഞാൻ തകർത്തുകൊണ്ടിരിക്കുകയാണോ? നമുക്ക് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാം. വീണ്ടും നമ്മൾ ഈ പാഠപുസ്തകം മറിക്കുമ്പോൾ അതിൻ്റെ അവസാന പേജിലേക്ക് വരുമ്പോൾ കാണുന്ന അധ്യായം ഇങ്ങനെയാണ്. സ്വർഗാരോഹണത്തിന് ശേഷം, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം നേതൃത്വം ഏറ്റെടുക്കുന്ന പരിശുദ്ധ കന്യകാമറിയം. അത്രയും നാൾ തിരശ്ശീലയ്ക്ക് പുറകിലായിരുന്നു. ശരിക്കും ചിതറിക്കപ്പെട്ടു പോകാമായിരുന്ന ഒരു സമൂഹമാണ് ശിഷ്യരുടേത്. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം, സ്വർഗാരോഹണത്തിന് സാക്ഷിയായ ശിഷ്യന്മാർ ഇനി ചിതറിക്കപ്പെടുമോ? എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുന്നത് വരെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് നഗരത്തിൻ്റെ വെളിയിൽ കടക്കരുത്, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ച് പിന്നെ അവർ ചിതറിക്കപ്പെടുമോ? ചിതറിക്കപ്പെടുമായിരുന്നു. കാരണം, ഉദാഹരണം, തെളിവ് ബൈബിളിലുണ്ട്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഉത്ഥാനം ചെയ്ത ക്രിസ്തു അനുഭവം സ്വന്തമാക്കി കഴിഞ്ഞിട്ടും അവർ പല വഴിക്ക് പോകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷ അവസാന അധ്യായത്തിൽ നമ്മൾ കാണുന്ന തിബേരിയാസിൽ കടലിലേക്ക് അവർ വഞ്ചി ഇറക്കുന്ന, മീൻ പിടിക്കാൻ വേണ്ടി വഞ്ചി ഇറക്കുന്ന സംഭവം. യേശു തീരത്തേക്ക് അണയുകയാണ്. സത്യത്തിൽ അതിനു മുമ്പ് 2 തവണ ഈശോ ഉത്ഥാനാനുഭവം അവർക്ക് കൊടുത്തതാ. എന്നിട്ടും ഉത്ഥാനാനുഭവം സ്വന്തമാക്കിയിട്ടും അവരിതാ ചിതറിക്കപ്പെടുന്നു. ഒരിക്കൽ ഉപേക്ഷിച്ച വള്ളവും വലയും തീരവും തിരയും തേടി യാത്രയാകുന്ന ശിഷ്യന്മാർ ചിതറിക്കപ്പെട്ടു. അപ്പോഴും അവിടെ എല്ലാവരും ഉണ്ടായിരുന്നില്ല എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സ്വർഗാരോഹണത്തിന് സാക്ഷിയായാലും ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. എന്നാൽ മറിയം നേതൃത്വം ഏറ്റെടുത്ത് ഒരുമിച്ചിരുത്തി പ്രാർത്ഥിക്കുമ്പോൾ
പ്രിയപ്പെട്ടവരെ, സംഭവിക്കുന്ന അത്ഭുതമാണ് ആ 10 ദിനങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പെയ്തിറങ്ങാനും കൊടുങ്കാറ്റ് വീശാനും തിരുസഭയുടെ ഉദ്ഘാടനത്തിനും അത് കാരണമായി തീരുന്നു. അമ്മയുള്ള ഭവനങ്ങൾ ചിതറിക്കപ്പെടുകയില്ല. അമ്മ നേതൃത്വം ഏറ്റെടുക്കുന്ന സന്യാസ ഭവനങ്ങളാകട്ടെ, ആശ്രമങ്ങളാകട്ടെ, മഠങ്ങളാകട്ടെ, പ്രവിശ്യയാകട്ടെ, സഭയാകട്ടെ, അത് ചിതറിക്കപ്പെടുകയില്ല. നമ്മുടെ നിയമാവലി അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടറി, CMI സഭയുടെ ഡയറക്ടറിയുടെ 6ാം ഖണ്ഡികയിൽ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. ജപമാല സാധിക്കുന്നത്ര ഒരുമിച്ചിരുന്ന് ചൊല്ലുന്നതിനെക്കുറിച്ച്. പറ്റുമെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ജോലി ചെയ്യുന്ന സഹോദരങ്ങളോടും കൂടെ ചേർത്ത് ഒരുമിച്ച് ജപമാല ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് നമ്മുടെ ഡയറക്ടറിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് അമ്മയോടൊപ്പം അമ്മയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾ ഉയർത്തിയാൽ ആ സമൂഹം ചിതറിക്കപ്പെടുകയില്ല എന്നൊരു ദർശനം തീർച്ചയായും അതിൻ്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് അനുമാനത്തിലെത്താൻ സാധിക്കും. പരിശുദ്ധ അമ്മ എന്ന പാഠപുസ്തകം ഒരു വാക്കുപോലും ഒരക്ഷരം പോലും വിടാതെ വായിച്ചു പഠിക്കേണ്ട പാഠപുസ്തകം, മനഃപ്പാഠമാക്കേണ്ട പാഠപുസ്തകം, ഹൃദ്യസ്ഥമാക്കേണ്ട പാഠപുസ്തകം. അങ്ങനെയാണെങ്കിൽ നമുക്കും എത്തിച്ചേരാൻ സാധിക്കും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ പോലെ. കർമ്മലയുടെ ചൈതന്യം, വിശുദ്ധിയുടെ പരിമളം ലോകമൊട്ടുക്ക് പരത്തുന്ന പുണ്യാത്മാക്കളെ പോലെ ശിഷ്യത്വത്തിൽ പരിപൂർണത പ്രാപിച്ച് വിശുദ്ധിയുടെ മലമുകളിൽ എത്തിച്ചേരാനായിട്ടും. സ്നേഹമുള്ളവരെയും, നമ്മൾ കർമ്മല മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായുള്ള ധ്യാനത്തിലാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കർമ്മല മാതാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. പരിശുദ്ധ കർമ്മല മാതാവ്, കർമ്മലമല അല്ലെങ്കിൽ കർമ്മല ഉത്തരീയം, ഏലിയാ പ്രവാചകൻ, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഒരുപക്ഷെ മൂർച്ച നഷ്ടപ്പെട്ടു പോയ ചിന്തകളായിരിക്കും. എങ്കിലും നമ്മൾ അത് ധ്യാനിച്ചേ പറ്റൂ. കാരണം നമ്മൾ കർമ്മലയുടെ മക്കളാണ്. ഞാനൊരു 3-4 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തേത്, കർമ്മലമല അല്ലെങ്കിൽ കർമ്മല മാതാവ് എന്ന നാമം. കർമ്മല മാതാവ് എന്ന നാമം ഒന്നാമത്തെ കാര്യം. മറിയത്തിന് എന്തുകൊണ്ടും യോജിച്ചു പോകുന്ന ഏറ്റവും സുന്ദരമായ അവദാനങ്ങളിൽ ഒന്നാണ് കർമ്മല മാതാവ് എന്നുള്ള പേര്. കാരണം ഈ വാക്കിൻ്റെ, കാർമൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഫലോദ്യാനം എന്നാണ്. എല്ലാ ഫലങ്ങളുടെയും ഉദ്യാനമായി മറിയം നിലകൊള്ളുന്നു. എല്ലാ ഫലങ്ങളുടെയും, പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങളും മറിയത്തിൽ പൂത്തുപുഷ്പിച്ച് നിൽക്കുന്നതായി നമുക്ക് കാണാം. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, കാരുണ്യം, നന്മ, ദീർഘശാന്തത, ആർദ്രത, വിശ്വസ്തത, വിനയം, സംയമനം, ശുദ്ധത, എല്ലാ ഫലങ്ങളും അതിൻ്റെ തികവിൽ, പൂർണ്ണതയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ അമ്മയോട് ചേർന്ന് നിന്നാൽ കർമ്മലയുടെ ഫലങ്ങൾ അഥവാ പരിശുദ്ധാത്മ ഫലങ്ങൾ, കർമ്മല ചൈതന്യത്തിൻ്റെ ഫലങ്ങൾ എല്ലാം നമുക്കും സ്വീകരിക്കാം. രണ്ടാമതായി നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം കർമ്മല ഉത്തരീയത്തെക്കുറിച്ചാണ്. എന്താണ് ഉത്തരീയം? ഉത്തരീയം ഒരു ഉത്തരമാണ്. ഉരുകിയ പ്രാർത്ഥനയ്ക്ക് സ്വർഗം കൊടുത്ത ഉത്തരമാണ് ഉത്തരീയം. ചരിത്രമൊക്കെ നമുക്കറിയാം. ആരാണ് ഉരുകി പ്രാർത്ഥിച്ചത്? ഒത്തിരി പേര് ഉരുകി പ്രാർത്ഥിച്ചായിരുന്നു. അതിൽ തന്നെ വിശേഷവിധിയായി സൈമൺ സ്റ്റോക്ക് എന്ന വിശുദ്ധാത്മാവ് തൻ്റെ സഭാംഗങ്ങൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് അപമാനങ്ങൾ, അവഹേളനങ്ങൾ, തിരസ്കരണങ്ങൾ, അംഗീകരിക്കപ്പെടാത്ത അവസ്ഥകൾ ഉരുകി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തുമ്പോൾ, പരിശുദ്ധ കർമ്മല മാതാവ് എന്ന സ്വർഗീയ മധ്യസ്ഥയുടെ സന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തുമ്പോൾ സ്വർഗം ആ ഉരുകിയ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത ഉത്തരമാണ് കർമ്മല ഉത്തരീയം. 1251 ജൂലൈ മാസം 16-ാം തീയതി കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിയതായി നമ്മൾ വിശ്വസിക്കുന്നു, ചരിത്രത്തിൽ വായിക്കുന്നു. എന്താണ് ഈ ഉത്തരീയം? അത് മറിയത്തിൻ്റെ സ്കാപ്പുലർ അല്ലെങ്കിൽ തോൾവസ്ത്രത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഉത്തരീയം നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ ധരിക്കുന്നത് എന്താണ്? മറിയത്തിൻ്റെ വസ്ത്രമാണ്. എന്താണ് മറിയത്തിൻ്റെ വസ്ത്രം? ചിന്തിച്ചാൽ നമുക്കറിയാം, അത് മറിയത്തിൻ്റെ പരിശുദ്ധിയാണ്, മറിയത്തിലെ നന്മകളാണ്, സുഹൃതങ്ങളാണ്, പുണ്യങ്ങളാണ്, ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇതാണ് മറിയത്തിൻ്റെ വസ്ത്രം. അങ്ങനെയെങ്കിൽ ഈ ഉത്തരീയം നമ്മൾ ധരിക്കുമ്പോൾ തീർച്ചയായും മറിയത്തിൻ്റെ വസ്ത്രം ധരിക്കുന്ന നമ്മൾ മറിയത്തിൽ വിളങ്ങി നിൽക്കുന്ന സുഹൃതങ്ങളും നന്മകളും പുണ്യങ്ങളും പരിശുദ്ധാത്മ ഫലങ്ങളും ധരിക്കാനുള്ള ഒരു സമർപ്പണം അതിലൂടെ നടത്തുകയാണ്. ഇനി ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ ഒക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. കയ്യിലോ മുറിയിലോ പോക്കറ്റിലോ അതല്ലെങ്കിൽ പേഴ്സിലോ ഒക്കെ നമ്മൾ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ സൂക്ഷിക്കാറുണ്ട്. ഇതും ഒരു ഓർമ്മപ്പെടുത്തലാണ്. പരിശുദ്ധിയിൽ ജീവിക്കാൻ മറിയത്തിൻ്റെ സ്വഭാവം തന്നെയായി വസ്ത്രത്തെ ധരിച്ചത്, ആ നിലയിൽ ഒരു ജീവിതാന്തസ് അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഉത്തരീയം എന്ന മറിയത്തിൻ്റെ തോൾ വസ്ത്രത്തിൻ്റെ ചെറുപതിപ്പ്. ഇനി മറിയത്തിൻ്റെ വസ്ത്രം വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ, മറിയം ധരിക്കുന്ന ഒരു വസ്ത്രത്തെക്കുറിച്ച് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. തീർച്ചയായിട്ടും അത് സഭയുടെ പ്രതീകമായി ഒരു വശത്ത് നിലകൊള്ളുന്നു, മറുവശത്ത് മറിയത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. സൂര്യനെ ഉടയാട, സൂര്യനെ വസ്ത്രമാക്കിയ. സൂര്യനെ വസ്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചത്തെ, പ്രകാശത്തെ വസ്ത്രമാക്കിയ സ്ത്രീ. എന്താണ് പ്രകാശം? ആരാണ് പ്രകാശം? ഞാൻ പ്രകാശമാണ്, ഞാൻ വെളിച്ചമാണെന്ന് അവകാശപ്പെടുന്ന ഒരാളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഈശോയാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അങ്ങനെയാണെങ്കിൽ മറിയം ധരിച്ച ഈ വെളിച്ചം, ഈ പ്രകാശ വസ്ത്രം, അത് ഈശോയാണ്. അപ്പോൾ കർമ്മല ഉത്തിരീയം ധരിക്കുന്ന നമ്മൾ, മറിയത്തിൻ്റെ വസ്ത്ര അല്ലെങ്കിൽ സ്കാപ്പുലറിൻ്റെ ചെറുപതിപ്പ് ധരിക്കുന്ന നമ്മൾ ഈശോയെ തന്നെയാണ് ധരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ, എന്നിട്ട് നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ക്രിസ്തുവിനെ ധരിക്കുവിൻ. ഒരർത്ഥത്തിൽ ക്രിസ്തുവിനെ ധരിക്കലല്ലേ ഉത്തിരീയം ധരിക്കുമ്പോൾ അർത്ഥമാക്കപ്പെടുക. ഉരുകിയ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ഉത്തിരീയം നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് തിരുസഭ ഒത്തിരി അവഹേളിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഭാരതത്തിലെ സഭ, കേരളത്തിലെ സഭ അവഹേളനങ്ങളിലൂടെ, അപമാനങ്ങളിലൂടെ, ചാനൽ ചർച്ചകളിൽ ചവിട്ടിയരയ്ക്കപ്പെടുന്ന, ചെളി വാരിയെറിയപ്പെടുന്ന അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ ഉരുകാനും ഉരുകി പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് ഉത്തരം തേടാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഉത്തിരിയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നൽകപ്പെടുന്നുണ്ട്. ഉരുകി പ്രാർത്ഥിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തൽ. ദൈവം ഇടപെടും, സ്വർഗം മറുപടി തരും. ഒരു പക്ഷേ അത് അനേകം വിശുദ്ധമായ ദൈവവിളികൾ സമ്മാനിച്ചുകൊണ്ടാകാം. അനേകം വിശുദ്ധരെ, കർമ്മല ചൈതന്യം അതിൻ്റെ തികവിൽ ജ്വലിക്കുന്ന വിശുദ്ധരെ സമ്മാനിച്ചുകൊണ്ടാകാം. സ്വർഗം ഉത്തരം തരും, സ്വർഗം ഉത്തരം തരും. ഇനി നമുക്ക് ധ്യാനിക്കാവുന്ന മറ്റൊരു മേഖല കർമ്മല മലയാണ്. കർമ്മല മല എന്തിൻ്റെ പ്രതീകമാണ്? പ്രിയപ്പെട്ടവരെ, സ്വർഗം സ്വീകരിച്ച ബലിയുടെ പ്രതീകമാണ് കർമ്മലമല. ഏലിയാ പ്രവാചകൻ ബലിപീഠം ഒരുക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലി സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ബലി സമർപ്പണം പൂർണ്ണമായ സ്വീകരണമായിരുന്നു. പൂർണ്ണമായും ദൈവം അതിനെ സ്വീകരിച്ചു. കാരണം ബലിവസ്തു മാത്രമല്ല ദഹിച്ചത്, ബലിവസ്തു വയ്ക്കപ്പെട്ട വിറക് മുഴുവൻ ദഹിച്ചുപോയി. ആ വിറകിന് താഴെ ഉണ്ടായിരുന്ന ബലിപീഠം, 12 കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ബലിപീഠം ദഹിച്ചുപോയി. എന്തിനേറെ, അതിനു ചുറ്റിലുമായി ഒഴിച്ചിരുന്ന 12 കുടം വെള്ളം, ആ ചാല് നിറയുവോളം ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ വറ്റിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ ബലി പൂർണ്ണമായും സ്വീകരിക്കപ്പെട്ടു. ഏലിയായുടെ ബലി പൂർണ്ണമായും സ്വീകരിക്കപ്പെട്ടു. ചോദ്യം ഇതാണ്: സന്യാസ ജീവിതം ഒരു ബലി അർപ്പണമാണ്. ദൈവം ഇതിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലാണോ എൻ്റെ അർപ്പണം? കാരണം തൊട്ടടുത്ത് മറ്റൊരു ബലിപീഠമുണ്ട്. സ്വീകരിക്കപ്പെടാതെ പോയ ബലിപീഠമായി തൊട്ടടുത്ത് മറ്റൊരു ബലിപീഠമുണ്ട്, ബാൽദേവന് നടത്തുന്ന ആരാധനയുടെ ബലിപീഠം. എൻ്റെ ബലിജീവിതം, എൻ്റെ സന്യാസ ജീവിതം സ്വീകരിക്കപ്പെടുന്ന, ദൈവസന്നിധിയിൽ പൂർണ്ണമായും സ്വീകരിക്കപ്പെടുന്ന ഒരു ബലിജീവിതമാണോ എന്ന് കർമ്മലമല നമ്മളോട് ചോദിക്കുന്നു, നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർമ്മലമലയെക്കുറിച്ചും കർമ്മല മാതാവിനെക്കുറിച്ചും കർമ്മല ഉത്തിരീയത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ ധാരാളം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലെങ്കിൽ നമ്മളെ ധ്യാനിപ്പിക്കാനും പ്രാർത്ഥിപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇനിയുമുണ്ട്. പക്ഷെ അത് കർമ്മലീത്തരയോട് ഇത് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്നറിയാം. നമ്മളതൊക്കെ ഒത്തിരി ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ്. ഇന്നത്തെ ദിവസത്തെ ഒരു സവിശേഷത കൂടെ, ഒരു പ്രത്യേകത കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കണം, നല്ലതായിരിക്കും. ഇന്ന് ഈ ജൂലൈ 13-ാം തീയതി റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളാണ്. ഇവിടെ പരാമർശിക്കണം, നല്ലതായിരിക്കും. ഇന്ന് തിരുനാളായതുകൊണ്ട് മാത്രമല്ല, ഈ തിരുനാളിൻ്റെ പശ്ചാത്തലം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് 1947 ഇറ്റലിയിലെ ഒരു ആസ്പത്രിയിൽ ഒരു നഴ്സിന്, പെരിനഗല്ലി എന്നു പേരുള്ളൊരു നഴ്സിന് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടു. അതീവ ദുഃഖത്തിൽ, ഭാരത്തിൽ, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഹൃദയത്തിൽ 3 വാളുകൾ തുളഞ്ഞിറങ്ങുന്ന വിധത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ആ 3 വാളുകൾ മറിയത്തിൻ്റെ വലിയ 3 സഹനങ്ങളായിരുന്നു. ഒന്നാമത്തേത്, ദൈവവിളി തകർക്കപ്പെടുന്നു, നശിപ്പിക്കപ്പെടുന്നു. രണ്ടാമത്തേത്, മാരകപാപത്തിൽ ജീവിക്കുന്ന പുരോഹിതനും സമർപ്പിതരും. മൂന്നാമത്തേത്, ആധുനിക യുഗത്തിൽ ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന പുതിയ യൂദാസുമാരായ പുരോഹിതരും. ഈ 3 വേദനകളാണ് മറിയം അവിടെ പങ്കുവെച്ചത്. പിന്നീട് ഒരിക്കൽ കൂടെ ദർശനമുണ്ടായപ്പോൾ അന്നേരം മറിയത്തിൻ്റെ ഹൃദയത്തിൽ 3 പൂക്കളാണ് കാണുന്നത്. ചുവപ്പ് നിറം, വെളുത്ത നിറം, അതുപോലെ തന്നെ സുവർണ്ണ നിറം. 3 കാര്യങ്ങളെ അത് സൂചിപ്പിക്കുന്നു. പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും ഉപവാസം കൊണ്ടും പൗരോഹിത്യത്തിനും സന്യാസത്തിനും ചുറ്റും വേലി കെട്ടുക, സംരക്ഷണ മതിൽ തീർക്കുക. ഇതൊരു അൽമായ സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത ദർശനമാണെങ്കിലും ഇത് നമ്മൾ തീർച്ചയായും പുരോഹിതനും സമർപ്പിതനും സ്വീകരിക്കേണ്ട ഒരു സന്ദേശമാണ്. പുരോഹിതന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് കൂടുതൽ വിലയുണ്ട്.
സമർപ്പിതന് വേണ്ടി സമർപ്പിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് കൂടുതൽ ശക്തിയുണ്ട്. ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ദിവസത്തെ തിരുനാൾ മാറട്ടെ. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ മരിയ ഭക്തി, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ കൃപ എന്താണ്? അത് മറ്റൊന്നുമല്ല, ഈശോ എന്ന കൃപയാണ്. അതായത് മരിയ ഭക്തിയിൽ വളരുന്ന ഒരാളെ മറിയം ഈശോയിലെത്തിക്കും, ഈശോയെ തരും, ഈശോയിലേക്ക് എത്തിക്കും. അതാണ് മരിയ ഭക്തി സമ്മാനിക്കുന്ന ഏറ്റവും വലിയ കൃപ. നമ്മെ മറിയം ഈശോയിലേക്ക് എത്തിക്കും. 1981 റുവാണ്ടയിലെ ഒരു മലയോര ഗ്രാമത്തിൽ കൗമാരപ്രായക്കാരായ 4 പെൺകുട്ടികൾക്ക് മറിയം പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു. അവർക്ക് മാതാവ് കൊടുത്ത സന്ദേശം സങ്കടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ ഒരു സന്ദേശമായിരുന്നു. റുവാണ്ടൻ ജനതയോട് പറയുക, അനുതപിക്കുക, പരിഹാരം ചെയ്യുക, പശ്ചാത്തപിക്കുക, ദൈവത്തിലേക്ക് തിരിച്ചു വരിക. ഈ പെൺകുട്ടികൾ ആ സന്ദേശം ലോകത്തെ അറിയിച്ചുവെങ്കിലും കാര്യമാ വിധത്തിൽ ആരും അതിനെ കൈക്കൊണ്ടില്ല, ഗൗരവത്തിലെടുത്തില്ല. അമ്മയുടെ പ്രവചനം 13 വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. അമ്മ പറയുന്നുണ്ട്, അനുതപിക്കുന്നില്ലെങ്കിൽ, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ റുവാണ്ടയുടെ നഗരഗ്രാമ വീഥികളിൽ ചോരപ്പുഴയൊഴുകും. അത് അതുപോലെ തന്നെ സംഭവിക്കുന്നു. 13 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1994 സംഭവിക്കുന്ന ഒരു ദുരന്തമായി, 81 പ്രവചനം കൊടുത്ത് 94 സംഭവിക്കുന്ന റുവാണ്ടൻ ജനോസൈഡ്, വംശഹത്യ അവിടെ ആരംഭിക്കുകയാണ്. അതായത് അവിടെ പ്രധാനമായി 2 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്, ഹുത്തു ഗോത്രം, തുത്സി ഗോത്രം. ഈ 2 ഗോത്രങ്ങളിൽ ഹുത്തു ഗോത്രം എണ്ണസംഖ്യ കൂടുതലാണ്, അംഗബലം കൂടുതലാണ്, പക്ഷേ സാമ്പത്തികം കുറവാണ്. തുത്സി ഗോത്രത്തിൻ്റെ കാര്യം നേരെ ഓപ്പോസിറ്റ്. അവിടുത്തെ പ്രസിഡന്റ് ഫാബിയാരിമാന, അദ്ദേഹം ഹുത്തു ഗോത്രത്തിലെ അംഗമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം കൊല്ലപ്പെടുന്നു. ആര് കൊന്നൊന്നും അറിയില്ല, പക്ഷേ ആരോ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി അത് എതിർ ഗോത്രത്തിൽപ്പെട്ടവർ, തുത്സി ഗോത്രത്തിൽപ്പെട്ടവരാണ് ഇത് നടത്തിയത് എന്ന്. അന്ന് തന്നെ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഔദ്യോഗിക കണക്കനുസരിച്ച് 10 ലക്ഷം പേര് കൊല ചെയ്യപ്പെട്ടു. മറിയം 13 വർഷങ്ങൾക്ക് മുമ്പ്, 3 മാസങ്ങൾക്കുള്ളിൽ മറിയം 13 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച കാര്യം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയാണ്. റുവാണ്ടയുടെ നഗരഗ്രാമ വീഥികളിലുടനീളം ചോരപ്പുഴയൊഴുകി. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഈ റുവാണ്ടൻ ജനോസൈഡിൻ്റെ പശ്ചാത്തലത്തിൽ പുസ്തകങ്ങളൊക്കെ ഒത്തിരി രചിക്കപ്പെട്ടിട്ടുണ്ട്, സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പുസ്തകം ഇതാണ്, ലെഫ്റ്റ് ടു ടെൽ, പറയാൻ അവശേഷിപ്പിച്ചത്. അത് എഴുതുന്നത് ഇമ്മാക്കുലി ഇല്ലിബഗീസ എന്ന ആ റുവാണ്ടൻ ജനോസൈഡിൻ്റെ ഇരയായിട്ടുള്ള ഒരു സ്ത്രീ, 22 വയസ്സുകാരി. ആ പെൺകുട്ടി വിവരിക്കുന്ന സംഭവം കരളലിയിപ്പിക്കുന്നതാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വംശഹത്യ ആരംഭിക്കുന്ന അന്ന് രാത്രി ഞങ്ങളുടെ ഭവനത്തിൽ അപ്പനും അമ്മയും ഞങ്ങൾ 4 മക്കളും 6 പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൻ്റെ കണ്ണുകളിൽ നിന്ന്, അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകി ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ 6 പേരും ഒരുമിച്ച്, അപ്പനും അമ്മയും 4 മക്കളും 6 പേര് ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കൊടുവിൽ അപ്പൻ ഞങ്ങളോട് പറഞ്ഞു, ഇനി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ, ഇനി ഒരുമിച്ച് ഭക്ഷിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇതൊരു പക്ഷേ നമ്മുടെ അവസാന രാത്രി, അവസാന അത്താഴം, അവസാന പ്രാർത്ഥന ആകാനാണ് സാധ്യത. വംശീയ വെറിയുടെ ശംഖുലിനാദം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ഏത് നിമിഷവും കലാപകാരികൾ ഇവിടെ എത്താം, കൂട്ടക്കൊല നടത്താം, ഒന്നും ഇനി ശേഷിക്കുകയില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം അദ്ദേഹം മേശവലിപ്പിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് ഒരു പേര് അതിൽ കുറിച്ചു, താഴെ അഡ്രസ്സും അതിൻ്റെ താഴെ അങ്ങോട്ടേക്കുള്ള വഴിയും. എന്നിട്ട് 22 വയസ്സുള്ള മൂത്ത മകളുടെ കൈവശം അത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ എതിർ ഗോത്രത്തിൽപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കുള്ള അഡ്രസ്സും വഴിയുമാണ്. നീ എങ്ങനെയെങ്കിലും അവിടെ എത്തുക. എൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ നിനക്കയാൾ അഭയം തരും. ഇത് സ്വീകരിക്കാൻ ആ മകൾ തയ്യാറായില്ല. മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് മരിക്കുക എന്ന് പറഞ്ഞു. അന്നേരം അപ്പം പറഞ്ഞു, മോളെ, കലാപകാരികളിവിടെ എത്തിയാൽ സംഭവിക്കാൻ പോണത് എന്താണെന്നറിയാവോ? ആദ്യം നിന്നെ ഞങ്ങളുടെ കൺമുൻപിലിട്ട് അവർ മാനഭംഗം ചെയ്യും, എന്നിട്ട് കൊന്നുകളയും, ജീവനോടെ ചുട്ടരിക്കും, പിന്നെ ഞങ്ങളെയും കൊല്ലും, ഈ വീട് മുഴുവൻ കത്തിച്ചു കളയും. ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണ്. നീയെങ്കിലും രക്ഷപ്പെടും, ഒരുമിച്ച് രക്ഷപ്പെടുക സാധ്യമല്ല. അവസാനം ഈ മകളെ നിർബന്ധിച്ച് വീടിൻ്റെ പുറത്തേക്ക് വിടാൻ പരിശ്രമിക്കുന്ന അപ്പൻ. അങ്ങനെ അവസാനമായി മകളെ ഉപദേശം കൊടുത്ത് പറഞ്ഞയക്കുന്നതിന് മുമ്പ് അവസാനമായി അദ്ദേഹം ചെയ്യുന്ന കാര്യം ഇതാണ്: തൻ്റെ പോക്കറ്റിൽ നിന്ന് 5 വർണ്ണങ്ങളുള്ള മുത്തുകളാൽ കൊരുത്തുണ്ടാക്കിയ ഒരു ജപമാല അദ്ദേഹം എടുത്തു. എന്നിട്ട് അദ്ദേഹം അത് പരമ്പരാഗതമായി അവരുടെ കുടുംബസ്വത്ത് പോലെ കൈമാറി കിട്ടിയ ജപമാലയായിരുന്നു.
അത് അവളുടെ കൈവശം ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നീ തിരിച്ചു വരാൻ നിനക്ക് ഭാഗ്യം കിട്ടിയാൽ ഒന്നും ഞങ്ങളിവിടെ ജീവിച്ചിരുന്നതിൻ്റെ ശേഷിപ്പ് പോലും അവശേഷിക്കണമെന്നില്ല. മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഒരു ഭവനം ഉണ്ടായിരുന്നതിൻ്റെ ഒരു തെളിവും ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഇനിയൊരു കാലത്തേക്ക് നിന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന നിന്റെ ദൈവത്തെ ഈ ജപമണികൾക്കിടയിൽ നിനക്ക് കണ്ടുമുട്ടാൻ പറ്റും. അപ്പന് തരാം ഇത് മാത്രമേ ഉള്ളൂ. ഇനിയൊരു കാലത്തേക്ക് നിന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന നിന്റെ ദൈവത്തെ ഈ ജപമണികൾക്കിടയിൽ നിനക്ക് കണ്ടുമുട്ടാൻ പറ്റും. ഇത് പറഞ്ഞ് തൻ്റെ മകളുടെ മൂർധാവിൽ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അതിനുശേഷം ഇരുട്ടിൻ്റെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിറക്കി വാതിലടയ്ക്കുന്ന വിങ്ങിപ്പൊട്ടുന്ന അപ്പൻ. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ ഈ മകൾ ഓടി. അവസാനം എങ്ങനെയൊക്കെയോ കലാപകാരികളുടെ കണ്ണു വെട്ടിച്ച് അപ്പൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നു. ആദ്യമൊന്നും അദ്ദേഹം വാതിൽ തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ അവസാനം സമ്മതിച്ചു. അങ്ങനെ വീടിനകത്തോട്ട് കയറി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് അഭയം തരാതിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, കലാപകാരികൾ കണ്ടുപിടിച്ചാൽ എന്നെക്കൊണ്ട് നിന്നെ കൊല്ലിക്കും, അതിനുശേഷം ഇവിടെയുള്ള എല്ലാവരെയും കൊല്ലും. ഇത് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. ഒരു അലമാര അദ്ദേഹം ഒരുപാട് ക്ലേശിച്ച് തള്ളി നീക്കി. അതിൻ്റെ പുറകിലൊരു ചെറിയ വാതിൽ, ഒരു കൊച്ച് ടോയ്ലറ്റ് മുറിയായിരുന്നു അത്. നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിന് 4/1 പോലും വലുപ്പമില്ലാത്ത ടോയ്ലറ്റ്. വാതിൽ തുറക്കുമ്പോൾ കാണുന്നു 7 പെൺകുട്ടികൾ അവളെപ്പോലെ അതിനകത്ത്. അയാൾ അതുകൊണ്ടാണ് വാതിൽ തുറന്ന് കൊടുക്കാതിരുന്നത്. നിൽക്കാൻ സ്ഥലമില്ല. ഇവളെയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് വാതിലടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ഈ അലമാര അതിന് മുൻപിലേക്ക് ഭാരപ്പെട്ട് അദ്ദേഹം നിരക്കി വെച്ചു. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ശ്വാസമെടുക്കുന്ന സ്വരം പോലും പുറത്ത് കേൾക്കരുത്, ശ്വാസമെടുക്കുന്ന സ്വരം പോലും പുറത്ത് കേൾക്കരുത്. അങ്ങനെ ആ മുറിക്കകത്ത്, ആ കൊച്ചു മുറിക്കകത്ത് 8 പെൺകുട്ടികൾ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ, ശ്വാസം പുറത്തേക്ക് വിടുന്ന സ്വരം പോലും കേൾപ്പിക്കാൻ ഭയപ്പെട്ട് അവർ തള്ളി നീക്കിയ ദിനങ്ങൾ 93 ദിവസങ്ങൾ. 93 ദിവസങ്ങൾക്ക് ശേഷം ഫ്രഞ്ച് സൈന്യം വന്നു ചേർന്ന് കലാപകാരികൾ അമർച്ച ചെയ്ത് ജീവനോടെ ശേഷിക്കുന്നവരെ രക്ഷിക്കുമ്പോൾ ഈ വീട്ടിലും എത്തി. നേരെ നടക്കാൻ പോയിട്ടൊന്ന് നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാതെ എഴഞ്ഞെഴഞ്ഞ് പുറത്തോട്ടിറങ്ങിയ ജീവനുള്ള 8 അസ്ഥിപഞ്ജരങ്ങൾ. ആ കൂട്ടത്തിൽ ഈ 8ാമത് അതിനകത്തോട്ട് പ്രവേശിച്ച ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു, ഇമ്മാക്കുലി ഇല്ല് ബഗീസ. അവൾ എഴുതിയ പുസ്തകമാണ് ലെഫ്റ്റ് ടു ടെൽ, പറയാൻ അവശേഷിപ്പിച്ചത്. അവൾ പറയുന്നത് ഇങ്ങനെയാണ്, ആ പുസ്തകത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ആ 93 ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, ആ മുറിക്കകത്ത് ഞങ്ങൾ 8 പേർ ഇരിക്കാൻ പോലും സാധിക്കാതെ, ശ്വാസം എടുക്കുന്ന സ്വരം പോലും കേൾപ്പിക്കാൻ ഭയന്നുകൊണ്ട് വിറയലോടെ ഞങ്ങൾ തള്ളി നീക്കുമ്പോൾ ഞാൻ ചൊല്ലിക്കൂട്ടിയ ജപമാലകളുടെ എണ്ണം എനിക്കറിഞ്ഞുകൂടാ. എത്ര ആയിരം ജപമാലകൾ ചൊല്ലിയെന്ന് എനിക്ക് നിശ്ചയമില്ല. പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒന്നും ശേഷിച്ചിരിപ്പില്ലായിരുന്നു. എൻ്റെ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, വീടില്ല, ഒരു പിടി ചാരം പോലും. അങ്ങനെ ഒരു കൂട്ടർ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൻ്റെ ഒരു തെളിവുമില്ലാതെ സകലതും ഇല്ലാതെയാകുമ്പോൾ 22 വയസ്സുള്ളൊരു പെൺകുട്ടി ലോകത്തിന് മുൻപിൽ ഒറ്റപ്പെട്ട് നിസ്സഹായയായി നിൽക്കുന്ന സമയത്ത്, ആത്മഹത്യയുടെ വഴുക്കുന്ന വരമ്പിൽ നിൽക്കുമ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, പിന്നീടുള്ള കാലത്തേക്ക് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയത് ഞാൻ ചൊല്ലിക്കൂട്ടിയ ജപമണികൾക്കിടയിലായിരുന്നു. പിന്നീടൊരു കാലത്തേക്ക് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയത് ഞാൻ ചൊല്ലിക്കൂട്ടിയ ജപമണികൾക്കിടയിലായിരുന്നു. അവൾ ചൊല്ലിയത് ജപമാലയാണ്, പക്ഷെ കണ്ടത് കർത്താവിനെയാണ്, ദൈവത്തെയാണ്. മറിയം നമ്മളെ ഈശോയിലേക്ക് എത്തിക്കുന്നു. അതാണ് മരിയ ഭക്തിയിൽ വളരുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഉപകാരം. മറിയം നമ്മളെ ഈശോയിലേക്ക് എത്തിക്കും. അമ്മയുടെ കയ്യിൽ ചേർത്ത് പിടിക്കാം, അമ്മയുടെ കരത്തിൽ മുറുകെ പിടിക്കാം, അമ്മയോടൊപ്പം ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വഴികൾ താണ്ടാം. ശിഷ്യത്വത്തിൻ്റെ പരിപൂർണതയിലേക്ക്, വിശുദ്ധിയുടെ പരിപൂർണതയിലേക്ക് അമ്മയോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. പരിശുദ്ധ അമ്മ, കർമ്മല മാതാവ്, കർമ്മലയിലെ എല്ലാ നന്മകളും സുഹൃതങ്ങളും പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ച് നമ്മളെ കാത്ത് പരിപാലിക്കട്ടെ. അമ്മയുടെ നമുക്ക് നൽകിയ ഉത്തരീയം എന്ന സമ്മാനം, സ്വർഗത്തിൻ്റെ ഉത്തരമായി, കരളുരുകിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗം നൽകിയ ഉത്തരീയം നമുക്കത് കഴുത്തിൽ ധരിക്കുന്ന കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കാം. കാരണം ഒരുപക്ഷെ കുഞ്ഞുനാളിലുണ്ടായിരുന്ന പല സിമ്പിൾ ഫെയ്ത്തുകളും ഇടയ്ക്ക് എപ്പോഴോ ഒത്തിരി ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ പഠിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമ്മിൽ പലർക്കും ഉണ്ടാകാം. ഈ എളിയ ഭക്തി അല്ലെങ്കിൽ എളിയ ഒരു ഭക്താഭ്യാസം, ഉത്തിരിയൊക്കെ ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കുറവോ പോരായ്മ പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെക്കാം. പരിശുദ്ധ അമ്മയെ തന്നെയാണ് നമ്മൾ ധരിക്കുന്നത്, അമ്മയിലെ പരിശുദ്ധിയാണ് നമ്മൾ ധരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കഴുത്തിലൊന്ന് തപ്പി നോക്കാം. ഉത്തരീയമില്ലെങ്കിൽ ഈ ഉത്തരീയ തിരുനാളിന് മുമ്പ് തന്നെ ഒരു ഉത്തരീയം സ്വന്തമാക്കി
കഴുത്തിൽ ധരിച്ച് കർമ്മലമാതാവിനോട് ഉത്തിരിയ ഭക്തിയിലും വളർന്ന് ആ ഉത്തിരിയ ഭക്തിയും കർമ്മലമാതാവിനുള്ള ഭക്തിയും കേരളക്കര മുഴുവൻ, ഭാരതം മുഴുവൻ, സഭ മുഴുവൻ പരത്തുന്ന വ്യക്തികളായി മാറാനുള്ള ഒരു തീരുമാനം കൂടെ ഈ സമയം ഉണ്ടാകട്ടെ. പരിശുദ്ധാമ്മ നമ്മളെ സഹായിക്കട്ടെ. കർമ്മലനാഥ നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. അമ്മയോട് ചേർന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം, കൈകൾ കൂപ്പാം. പരിശുദ്ധ കർമ്മലനാഥയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.